ഹായ് ഹലോ വെൽക്കം ടു ലേൺ ന്യൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് KW ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിവിഷൻ ക്ലാസ്സുകളാണ്. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ സിലബസ് ജസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ അതിൻ്റെ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട്. സോ സിലബസിൽ നിങ്ങൾക്ക് കാണാം നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്സ്, പിന്നെ ഡി മോർഗൻസ് തിയറം, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ, ADC, DAC, സോൾഡറിംഗ് ടെക്നിക്. ഇത്രയാണ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സംഭവം വളരെ വളരെ ലൈറ്റായിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ലൈറ്റായിട്ടുള്ള വേർഷൻസ് ആണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വെയിറ്റേജ് നിങ്ങൾക്കറിയാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ അകത്ത് മുമ്പ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളതായ അതായത് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, കൂടാതെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നമ്പർ സിസ്റ്റം പോർഷന്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആർ ദർ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആർ ദർ? ഏതൊക്കെ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ? സോ ഡെസിമൽ നമ്പർ സിസ്റ്റം 10 ബേസ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം, നമ്മൾ എല്ലാവരും എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം, അതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് ഇത് ബൈനറി നമ്പർ സിസ്റ്റം അല്ലേ? ബൈനറി നമ്പർ സിസ്റ്റം ബേസ് 2 ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റം. മൂന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നാലാമത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ആക്ച്വലി നമ്മൾ 4 ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ഉള്ളത് എത്ര നമ്പർ സിസ്റ്റം ആണ്? 4 നമ്പർ സിസ്റ്റം ആണ്. സോ ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആർ ദർ? 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആർ ദർ. കണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The radix base of an octal number system is. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന സമയത്തും ആ നമ്പർ സിസ്റ്റത്തിനെ എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എന്താണ് ഈ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്? ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. ഇപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഏതൊക്കെ സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ടോ? ഇല്ല, 9 വരെ അല്ലേ? സോ ഇത്രയും സിമ്പിൾസ് ആണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. എത്ര ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട് ഇവിടെ? 10 ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട്. സോ 10 സിമ്പിൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താന്ന് പറയും? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണെന്ന് പറയും. അതേപോലെ എല്ലാ നമ്പർ സിസ്റ്റത്തിനും എന്തുണ്ടാവും? ഡിഫറെന്റ് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഓരോ നമ്പർ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. എന്താണ് റാഡിക്സ് അല്ലെങ്കിൽ ബേസ്? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റാഡിക്സ് ഓർ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? 8 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. സോ അതിൽ എത്ര ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ടാവും? 8 ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ടാവും. ഏതാണ് ആ 8 ഡിഫറെന്റ് സിമ്പിൾസ്? 0, 1, 2, 3, 4, 5, 6, 7. 0 മുതൽ 7 വരെയുള്ള 8 ഡിഫറെന്റ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് ഇത് ഒക്ടൽ നമ്പർ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്ര ഡിസ്റ്റിങ്ക്ട് സിമ്പിൾസ് ഉണ്ട്? 10 ഡിസ്റ്റിങ്ക്ട് സിമ്പിൾസ് ഉണ്ട്. സോ അതിനെ നമ്മൾ അതിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് 10 ആണെന്ന് പറയും. ഇനി ബൈനറി നമ്പർ സിസ്റ്റം, ഇതാണല്ലോ മൂന്നാമത്തെ നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? 2 സിമ്പിൾസ്. ഏതൊക്കെയാണ്? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇനി വേറൊരു നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അതിന്റെ ബേസ് എത്രയാ? 16. അതിൽ എത്ര ഡിഫറെന്റ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? 0 മുതൽ 9 വരെ. പിന്നെ ABCDEF. അവൻ കുറച്ച് മോഡേൺ അല്ലെ? നമ്പേഴ്സ് കൂടാതെ കുറച്ച് ആൽഫബറ്റ്സിനെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 ഡിസ്റ്റിങ്ക്ട് സിമ്പിൾസ് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ഇത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതുകൊണ്ട് അതിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എത്രയാണ്? 16 ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? ബേസ് 8 ആണ്. The next question, the radix of decimal number system. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ക്വസ്റ്റൻ ഇട്ടാ. ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്ര ഡെസിമൽ നമ്പർ സിസ്റ്റം റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എത്രയാ? 10. സോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഒരു നമ്പർ സിസ്റ്റത്തിലെ എത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിമ്പിൾസ് അല്ലെങ്കിൽ എത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്.
The next question, the number system used internally by digital computers. Digital computers use ചെയ്യുന്ന number system internal ആയിട്ട് digital computers നമുക്കൊക്കെ അറിയാം അല്ലേ. ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ബൈനറി നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സീറോസും വൺസും മാത്രം. സോ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസസ് വിച്ച് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം. ഓപ്ഷൻ ബി ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഡിജിറ്റൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബൈനറി വാല്യൂ ഓഫ് 010 ഈസ് equivalent to decimal number. സോ നമ്പർ സിസ്റ്റത്തിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാ, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം, ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന നമ്പർ സിസ്റ്റം, ദെൻ ബൈനറി നമ്പർ സിസ്റ്റം, ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ദെൻ ഓക്ടൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ജനറൽ ആയിട്ട് കൺവേർഷൻ പഠിക്കുന്ന ഒരു രീതി ഉണ്ട്. എന്താണെന്നറിയോ, എല്ലാ നമ്പർ സിസ്റ്റത്തിനെയും എങ്ങനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ആക്കാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് ആക്കാം. അതെന്തുകൊണ്ടാണ് ഡെസിമലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, കാരണം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയുന്ന നമ്പർ സിസ്റ്റം. സോ ആ നമ്പർ സിസ്റ്റത്തിന് എങ്ങനെ മറ്റുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, മറ്റുള്ള നമ്പർ സിസ്റ്റത്തിന് എങ്ങനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം, ഈ കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഏത് ഡെസിമൽ നമ്പറിനെയും മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഏതൊരു ഡെസിമൽ നമ്പറിനെയും മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് ഏതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെയും മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺസിഡർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ, തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുക. എന്താണ്, ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ മാറ്റേണ്ടത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വെച്ചിട്ട് ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഡെസിമലിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക, ഡെസിമൽ നമ്പറിനെ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയി 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്, 2. ഇനി നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ഓക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. എന്താ ചെയ്യുക, തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ആയി 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. ദിസ് ഈസ് ദ പ്രോസസ്. ഇനി തിരിച്ചോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റം തന്നു, അതിനെ നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാം. വേറെ ഏത് നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പർ ഏത് നമ്പർ സിസ്റ്റത്തിലാണോ അതിന്റെ ബേസിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ഡിജിറ്റിനെ. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാ, 2. അപ്പൊ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 2ന്റെ പവേഴ്സ് വെച്ച് 2⁻²0, 2⁻²1, 2⁻²2, 2⁻3 ഇതിന്റെ പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ഡെസിമൽ നമ്പർ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, അതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാ, 8 ആണ്. സോ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവർ 8⁻0, 8⁻1, 8⁻2, 8⁻3 വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിൽപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബൈനറി വാല്യൂ 0101 ഈസ് equivalent to decimal number. ഏത് ഡെസിമൽ നമ്പറിന് ഈക്വൽ ആണ്? അപ്പൊ തന്നിരിക്കുന്ന നമ്പർ ഏത് നമ്പറാ, 0101. ഇത് ഏത് നമ്പറാ, ബൈനറി നമ്പറാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, 0101 ഇൻ ബൈനറി, ബേസ് ഇങ്ങനെ താഴെ എഴുതി തരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങോട്ടാ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. അപ്പൊ ഡാഷ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ഇങ്ങനെ എഴുതി തരും. സോ ഇതിന്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിന് നിങ്ങൾ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്ട്ലി തരുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ഇങ്ങനെ. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. വേറെ ഏത് നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നമ്പർ തന്നു കഴിഞ്ഞാലും അതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ ഏത് നമ്പർ സിസ്റ്റത്തിലാണോ അതിന്റെ ബേസിന്റെ പവർ വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇപ്പൊ തന്നിരിക്കുന്നത് ഏത് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം ആണ്. സോ എന്ത് ചെയ്യണം, 0101നെ ഓരോ ഡിജിറ്റിനെയും അതിന്റെ ബേസിന്റെ പവർ വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. ബേസ് 2 അല്ലേ, ഫസ്റ്റ് ഡിജിറ്റ് LSB, ഇതാണ് LSB അല്ലെ, ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ആണ്, അല്ലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണിത്, റൈറ്റ് മോസ്റ്റ് ബിറ്റ്. സോ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ 2⁻0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്തതിനെ 2⁻1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്തതിനെ 2⁻2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്തതിനെ 2⁻3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 0നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 ആയി പോകും അല്ലേ. സോ ബാക്കിയുള്ളത് ആരാ, 2⁻2 × 1
പ്ലസ് 2 raised to 0 into 1 എത്രയാണ് 2 raised to 2 into 1 പ്ലസ് 2 raised to 0 into 1 2 raised to 2 എത്രയാ 4 2 raised to 0 എത്രയാ 1 so 2 raised to 2 4 plus 1 that is equal to 5 so ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ ഏത് നമ്പറിന് ഇക്വലന്റ് ആണ് 5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആണ് അപ്പോൾ കണ്ടോ മനസ്സിലായോ വേറെ ഏത് നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് തന്നിട്ടും അതിനെ നിങ്ങൾ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് നിങ്ങളോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ധൈര്യപൂർവ്വം അത് ഏത് നമ്പർ സിസ്റ്റത്തിലാണോ തന്നിട്ടുള്ളത് അതിന്റെ ബേസിന്റെ പവർ വെച്ച് കണ്ടിന്യൂസ്ലി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇതേപോലെ ഇതേ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതേ എക്സാമ്പിളിൽ നമുക്ക് തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എ മിനിറ്റ് ദാറ്റ് ഈസ് ഇതേ എക്സാമ്പിളിനെ നമുക്ക് ഓക്കെ ഇപ്പൊ നമുക്ക് 0101 ആണ് കിട്ടിയത് അല്ലെ 0101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ തന്നു അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ 5 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക എന്ത് തന്നിരിക്കുന്ന നമ്പർ 5 ആണ് 5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നിങ്ങൾക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ ഇത് ഏത് കൺവേർഷനാ തന്നിരിക്കുന്ന നമ്പർ ഡെസിമൽ നമ്പറിനെ വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്താ പ്രോസസ് ഞാൻ പറഞ്ഞത് ഏത് നമ്പർ സിസ്റ്റത്തിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ തന്ന നമ്പറിനെ വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുക ഇപ്പൊ ഡെസിമലിനെ നമുക്ക് ബൈനറിയിലോട്ടല്ലേ മാറ്റേണ്ടത് ബൈനറിന്റെ ബേസ് എത്രയാ 2 സോ 2 വെച്ച് കണ്ടിന്യൂസ്ലി 5നെ ഡിവൈഡ് ചെയ്യുക എത്ര കിട്ടും 2 വെച്ച് 5നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 times 2 ദ റിമൈൻഡർ ഈസ് 1 അല്ലെ 2 2 4 റിമൈൻഡർ 1 അഗൈൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഒരു തവണ 2 റിമൈൻഡർ എത്രയാ 0 കിട്ടിയത് കണ്ടോ താഴെ നിന്ന് മുകളിലേക്ക് വായിക്കുക എത്രയാ 1 0 1 ഇവിടെ തന്നിരിക്കുന്ന അത് തന്നെയല്ലേ ലെഫ്റ്റ് ഒരു അഡീഷണൽ 0 ഉണ്ട് എന്നല്ലേ ഉള്ളൂ സോ 0 1 0 1 is the corresponding binary representation of the given number 5 കണ്ടോ ഇതാണ് കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു കൺവേർഷൻ നോക്കാം ദ ബൈനറി ഈക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 109 ഈസ് പടച്ചോനെ 9 2 ഒക്കെ തന്നിട്ട് 5 ഒക്കെ തന്നിട്ട് ഇപ്പൊ നമ്മളോട് 109 ചോദിച്ചിരിക്കുന്നു 109നെ നമ്മൾ എങ്ങനെ എങ്ങോട്ട് ബൈനറി രണ്ടുകൊണ്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സോ ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്ന പരിപാടി തന്നെ ചെയ്യാം 109നെ നമ്മൾ 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം 109നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ല് 5 പ്രാവശ്യം 9ല് 4 പ്രാവശ്യം അല്ലേ 54 into 2 എത്രയാ 54 into 2 എന്ന് പറയുന്നത് 108 അല്ലേ കിട്ടുക സോ ദ റിമൈൻഡർ ഈസ് 1 അഗൈൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക 27 കിട്ടും എത്രയാ റിമൈൻഡർ എത്രയാ റിമൈൻഡർ 0 27 into 2 54 റിമൈൻഡർ 0 അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു എത്ര തവണ 13 തവണ പോകും അല്ലേ സോ 13 2 26 27 ശിഷ്ടം 1 വരും വീണ്ടും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു എത്ര വരും 6 2 12 അഗൈൻ ശിഷ്ടം 1 പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 3 പ്രാവശ്യം 3 2 6 ശിഷ്ടം 0 അഗൈൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഒരു പ്രാവശ്യം എത്ര ശിഷ്ടം 1 അല്ലെ 1 കിട്ടുന്നിടത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് വായിക്കുന്നു എത്രയാ 1101101 110 ഏതാ ഓപ്ഷൻ ഏതാ 1101101 11011 ഓപ്ഷൻ ബി അല്ലേ നോക്കിയേ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ സോ ഇത് ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് എന്തൊരു മെനക്കെട്ട പരിപാടി 2 വെച്ച് ഡിവൈഡ് ചെയ്യുക ഇതാണ് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളൊന്ന് ഓർത്താൽ മതി ഇവിടെ ഒരു എളുപ്പത്തിൽ നമുക്ക് കാര്യം കാണിക്കാൻ പറ്റും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്പറുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതാണല്ലോ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് പിന്നെ 2 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതാണ് തൊട്ടടുത്ത ഡിജിറ്റ് ആയിട്ട് വരുന്നത് പിന്നെ 2 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതാണ് തൊട്ടടുത്ത ഡിജിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് കണ്ണോടിക്കുക എന്നിട്ട് ഒരു കാര്യം നോക്കുക 109 അല്ലേ 109നെ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്ത ഒറ്റ സംഖ്യയല്ലേ ഫസ്റ്റ് റിമൈൻഡർ 1 കിട്ടും അപ്പോൾ 54 തവണ സോ 54 ഒരു ഈവൻ നമ്പർ ആണ് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 യെസ് അതിനെ 2 വെച്ച് 54 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 27 ഒറ്റ സംഖ്യയല്ലേ അതിനെ അഗൈൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും സോ അവസാനത്തെ 3 ഡിജിറ്റ് 101 ആയിട്ടുള്ള ഓപ്ഷൻ ഏതെങ്കിലും വേറെ ഉണ്ടോ നോക്കൂ ഇല്ല അവസാനത്തെ ഡിജിറ്റ് ഇത് 010 ഇത് 001 ഇത് 1011 ആകെ ഓപ്ഷൻ ബി അല്ലേ 101 സോ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഫുൾ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന 3 റിമൈൻഡർ 4 റിമൈൻഡർ കണ്ടിട്ട് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം വലിയ നമ്പറാണ് തന്നിരിക്കുന്നെങ്കിൽ ചെറിയ നമ്പർ 5നെ പോലത്തെ ചെറിയ നമ്പറൊക്കെയാണ് തന്നെങ്കിൽ പിന്നെ ഇത് ആര് നോക്കുന്നത് 2 റിമൈൻഡർ 2 1 0 കണ്ടോ ഒറ്റയടിക്ക് ചെയ്തു പോവാം സോ ചെറിയ നമ്പർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് വഴി ചെയ്തു പോവാം അടുത്തത്
ദ ഡെസിമൽ വാല്യൂ വീണ്ടും തന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പർ നമ്മളെ പരീക്ഷിക്കാനല്ലേ വീണ്ടും ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിന്റെ ഡെസിമൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ബൈനറി നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബൈനറി നമ്പർ ഒറ്റയ്ക്കല്ല, അതിന്റെ കൂടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആൾക്കാരുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ ബൈനറിയുടെ ബേസ് ആയിട്ടുള്ള 2 വെച്ച് കണ്ടിന്യൂസ്ലി 2ന്റെ പവേഴ്സ് വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ആയിക്കോട്ടെ, മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ പോയിന്റ് ഉണ്ട്. പോയിന്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പോയിന്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഒരു ബ്രേക്ക് അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് പോയിന്റിന്റെ ഇവിടെയാണല്ലോ ഫുൾ നമ്പർ വരുന്നത്, ഈ 1 1 1. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 2⁻0 കൊടുക്കുക. ഇവിടെ 2⁻1 കൊടുക്കുക. ഇവിടെ 2⁻2 കൊടുക്കുക. കാരണം 2ന്റെ പവർ വെച്ചിട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 ആണല്ലോ ബേസ്. നെക്സ്റ്റ് ഈ പോയിന്റിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഈ പോയിന്റിന് ശേഷം ഇത് 2⁻0 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2⁻−1 വരും. ഇവിടെയാണെങ്കിൽ എന്ത് വരും? 2⁻−2 വരും. എന്താണ് 2⁻−1 എന്ന് പറയുന്നത്? 1/2 ആണ് 2⁻−1. എന്താണ് 2⁻−2? 2⁻2 4 ആണെന്നറിയാം. 2⁻−2 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് അർത്ഥം. അപ്പൊ 1/4 എന്നാണ് അർത്ഥം. ഓക്കെ, സോ എന്ത് ചെയ്യാ? ഇതിന്റെ അകത്ത് നമുക്ക് പവേഴ്സ് കിട്ടിയില്ലേ? നോക്കിക്കോ. 2⁻2 എത്രയാ? 4. 2⁻1 എത്രയാ? 2. 2⁻0 എത്രയാ? 1. സോ 4 + 2 + 1 എത്രയാ? 7. 7 പോയിന്റ് ആണ് ആൻസർ. 7 പോയിന്റ് നോക്കുന്ന സമയത്ത് 3 ഓപ്ഷനും 7 പോയിന്റ് ആണ്. സോ രക്ഷയില്ല, പോയിന്റിന്റെ ഭാഗം കൂടെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചേക്കാം. ഇത് 2⁻−1 × 0 എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. 2⁻−2 × 1 എന്താ? 2⁻−2 1/2². 1/2² അല്ലേ? സോ 1/2² എന്ന് പറയുന്നത് എത്രയാ? 1/4. 1/4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അത് എത്രയാ? 0.25 അല്ലേ? യെസ്, കിട്ടി. 7.25 ഈസ് ദ ആൻസർ. 7.25 ഓപ്ഷൻ എ. കണ്ടോ? സോ 2ന്റെ പവേഴ്സ് വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ പോയിന്റ് ഉള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഒരു ബ്രേക്ക് ആക്കി എടുത്ത് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 2ന്റെ പോസിറ്റീവ് പവറും പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് 2ന്റെ നെഗറ്റീവ് പവേഴ്സും ഫില്ല് ചെയ്യണം. അത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ദ ബൈനറി ഈക്വലന്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡാഷ് ദ നമ്പർ കണ്ടിന്യൂസ്ലി ബൈ 2. എന്താണ്? ദ ബൈനറി ഈക്വലന്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടോ? ദ ബൈനറി ഈക്വലന്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കണ്ടിന്യൂസ്ലി 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഇത് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ മക്കളെ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ 2 വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? സെയിം ആൻസർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഡാഷ് ദ നമ്പർ കണ്ടിന്യൂസ്ലി ബൈ 2, മൾട്ടിപ്ലൈയിങ്, ആഡിങ്, സബ്ട്രാക്ടിങ്, ഡിവൈഡിങ്. ഇതാണ് ഓപ്ഷൻ. പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യനിൽ വേറൊരു സാധനം തന്നിട്ടുണ്ട്. ഡെസിമൽ നമ്പറിന് മാത്രമാണെങ്കിൽ ഡിവിഷൻ ഡിവൈഡിങ് ബൈ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ ഇവിടെ ഡെസിമൽ ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും അറിയോ? ഇറ്റ്സ് ലൈക്ക് 0.25 അല്ലെങ്കിൽ 0.625 അല്ലെങ്കിൽ 0.5. ഇതാണ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡെസിമൽ ഫ്രാക്ഷനെ ബൈനറി നമ്പർ ആക്കി മാറ്റണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, 2 വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതൊരു ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ രീതിയിൽ ഡെസിമൽ നമ്പർ ഡെസിമലിന് കണ്ടു കഴിഞ്ഞാൽ ഡെസിമലിനെ ബൈനറിയിലാക്കാൻ 2 വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാണ് വേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവിടെ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെസിമൽ ഫ്രാക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ആവേണ്ടത്. 2ന്റെ പവർ അല്ല, 2 വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ കേസായിട്ട് ഓർത്തിരിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വർക്കൗട്ട് എക്സാമ്പിൾ നമുക്ക് വേണ്ടായിരിക്കും. കാരണം അത്രയും ലെവലിൽ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും പ്രൊസീജിയർ ഓർത്തിരിക്കുക. ഓക്കെ, so next question, the hexadecimal equivalent of binary number. The hexadecimal equivalent ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈനറി ടു ഡെസിമലിനെ ബാക്കി നമ്പർ സിസ്റ്റം ആക്കാനും ബാക്കി നമ്പർ സിസ്റ്റത്തിനെ ഡെസിമൽ നമ്പർ സിസ്റ്റം ആക്കാനും ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, the hexadecimal equivalent of a binary number. ബൈനറി നമ്പർ തന്നിട്ട് അതിന്റെ ഹെക്സാഡെസിമൽ ഇക്വലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുടുങ്ങിയല്ലോ. ബൈനറി നമ്പർ തന്നിട്ട് ഹെക്സാഡെസിമൽ കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ കൺവേർഷനിലുള്ളതല്ല. സോ ഈ കൺവേർഷൻ ഏതാണ്? ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ബൈനറിനെ എന്താക്കി മാറ്റാനുള്ള കൺവേർഷനാണ്? ഹെക്സാഡെസിമൽ നമ്പർ ആക്കി മാറ്റാനുള്ള കൺവേർഷനാണ്. സോ പ്രത്യേകം ഓർത്തോളുക, ബൈനറിനെ ഹെക്സാഡെസിമൽ നമ്പർ ആക്കി മാറ്റണമെങ്കിൽ ഓരോ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നതും റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബൈനറി വെച്ചിട്ടാണ്. എന്താണ്? ഓരോ ഹെക്സാഡെസിമൽ നമ്പറും റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബൈനറി നമ്പർ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഞാനൊന്ന് എഴുതുകയാണ്. 1 1 1 1 1 1 1 1
0011 കഴിഞ്ഞോ? ഇല്ല, 000 ഇതാണ് പോയിന്റിന് മുമ്പുള്ളത്. ഇനി പോയിന്റിന് ശേഷം 1110 കഴിഞ്ഞു. ഇതാണ് തന്നിരിക്കുന്ന ബൈനറി നമ്പർ. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബിറ്റ് ബൈനറി ഉണ്ടാവും? 4 ബിറ്റ് ബൈനറി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 4 പേരുടെ ഗ്രൂപ്പ് ആക്കി തിരിക്കുക എന്നുള്ളതാണ്. അതിനും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട്. സോ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് 4 പേരുടെ ഗ്രൂപ്പ് ആക്കുക, പോയിന്റിന്റെ റൈറ്റിലേക്ക് 4 പേരുടെ ഗ്രൂപ്പ് ആക്കുക. സോ പോയിന്റിന്റെ റൈറ്റിലേക്ക് ഇതാ 4 പേരുടെ ഗ്രൂപ്പ്, ഇതാണ് 4 പേരുടെ ഗ്രൂപ്പ്. പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് ഇതാ 1 2 3 4 4 പേരുടെ ഗ്രൂപ്പ്. 1 2 3 4 4 പേരുടെ ഗ്രൂപ്പ്. 1 2 3 ഒരാൾ കുറവുള്ള ആൾക്ക് പകരം തൊട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. സോ ഈ നമ്പർ ഇതിനെ ഇനി ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ ഓരോ 4 ബിറ്റ് ബൈനറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഹെക്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇനി എങ്ങനെ ഹെക്സ് കണ്ടുപിടിക്കും അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിക്കോ. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് 1110. സപ്പോസ് ഈ 1110 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ ആയിരുന്നെങ്കിൽ, അതിന്റെ നമ്പർ ആണ്, അതിന്റെ ഡെസിമൽ നമ്പർ എന്തായിരിക്കും? എങ്ങനെയാ ചെയ്യുക? അതായത് ഇപ്പൊ ഈ 1111 അതിനെങ്ങനെ നമ്മൾ ചെയ്യുക? ഓരോന്നിനും 2ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ, അല്ലെ? ഇത് 2⁻0, ഇത് 2⁻1, ഇത് 2⁻2, ഇത് 2⁻3 ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 4 2 1 8 4 2 1 നോർത്താ മതി. സോ ഈ 4 ഗ്രൂപ്പിന് എത്ര നമ്പർ വരിക? 8 + 4 + 2 എത്ര? 8 4 12 2 14. ഇവിടെ 0 അല്ലേ? അപ്പോൾ ഇല്ല. സോ 14 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ആണിത്. പക്ഷെ നമ്മളോട് ഡെസിമൽ അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ഹെക്സാ ഡെസിമൽ ആണ് ചോദിച്ചിരിക്കുന്നത്. 14 എന്ന് പറയുന്ന നമ്പറിന്റെ ഹെക്സാ ഡെസിമൽ നമ്പർ ഏതാ? 14 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ നമ്പർ ഏതാണ്? ഇത് എങ്ങനെയാണ് എനിക്ക് അറിയുന്നത്? ഇത് അറിയണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ടേബിൾ, ഇത് അടുത്ത ക്വസ്റ്റ്യനിലാണ് ഞാൻ ടേബിൾ പറഞ്ഞത്. ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാം 0 മുതൽ F വരെയുള്ള ആൾക്കാർ, 0 മുതൽ F വരെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ 0 മുതൽ 9 വരെ ഡെസിമൽ നമ്പറും ഹെക്സാ ഡെസിമൽ നമ്പറും ഒരേ റെപ്രസെന്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി നോക്കിക്കോ. 0ന് 000, 1ന് 0001, 2ന് 0010, അങ്ങനെ 9 വരെ 1001. ഡെസിമലിൽ 10 എന്ന് പറഞ്ഞാൽ ഹെക്സാ ഡെസിമൽ A ആണ്. കാരണം ഡെസിമലിൽ 10 സിമ്പിൾസേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സോ 9 വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 സിമ്പിൾസ് കഴിഞ്ഞു. ഹെക്സാ ഡെസിമലിൽ അങ്ങനെയല്ല, 16 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10ന് പകരം A, 11ന് പകരം B, 12ന് പകരം C, 13ന് പകരം D, 14ന് പകരം E, 15ന് പകരം F. കണ്ടോ? 10ന് പകരം A, 11 B, 12 C, 13 D, 14 E, 15 F. ഈ റെപ്രസെന്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ കാണാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു. എന്ത് യൂസ് ചെയ്താൽ മതി? 8 4 2 1 യൂസ് ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം നമുക്ക് 7ന്റെ കാണണമെന്ന് വിചാരിച്ചോ. അപ്പോൾ 8 4 2 1 നമ്മളങ്ങ് എഴുതും. ഇതിന്റെ ഏത് കോമ്പിനേഷനിലാണ് നിങ്ങൾക്ക് 7 കിട്ടുക? 4 + 2 + 1 അല്ലേ? സോ ഇവിടെ 3 സ്ഥലത്ത് 1 ഇടുക, ഇവിടെ 0 കൊടുക്കുക. ഇതാണ് എന്ത്? 7 എന്ന് പറയുന്നത്. ഇനി 12നെ നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുക. 8 4 2 1 എങ്ങനെയാണ് നിങ്ങൾക്ക് 12 കിട്ടുക? 8 4 2 1ന് 12 കിട്ടുക. 8 + 4 12. സോ ഇവിടെ 2 സ്ഥലത്തും 1 ഇടുക, ബാക്കി 2 സ്ഥലത്തും 0 ഇടുക. സോ 12ന്റെ ബൈനറി കണ്ടോ? 1100. സോ ഇങ്ങനെ 8 4 2 1 അല്ലെങ്കിൽ 8 4 2 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം എല്ലാ ഹെക്സാഡെസിമൽ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ ഈ പോയിന്റിന് ശേഷമുള്ള 1110 എന്ന് പറയുന്നതിന്റെ ഹെക്സാഡെസിമൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നോക്കുമ്പോൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷനും ഈ ഓപ്ഷനിലും ആണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലെ 4 ഗ്രൂപ്പിംഗ് നോക്കണ്ടേ? ലെഫ്റ്റ് സൈഡിലുള്ള 4 ഗ്രൂപ്പിംഗ് നമുക്ക് നോക്കാം. നോക്കിക്കോ, ഈ ഗ്രൂപ്പ് ഒന്ന് നോക്കിക്കേ. 8 4 2 1 ഇവിടെ 8 മാത്രമേ എഴുതാനുള്ളൂ. 4ന്റെ 2ന്റെ 1ന്റെ സ്ഥാനത്ത് 0 ആണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാ? 8 ഡെസിമലിലും ഹെക്സാ ഡെസിമലിലും ഒക്കെ 8 തന്നെ. നെക്സ്റ്റ് ഇതെത്രയാ വരുന്നത്? 8 4 2 1 4ന്റെ 2ന്റെ സ്ഥാനത്ത് 0. സോ 8 4 2 1 8ന്റെ 1 എത്രയാ? 9. സോ രണ്ടാമത്തെ ആള് 9. ഹെക്സാ ഡെസിമലിലും 9 തന്നെ. അടുത്തത് നോക്കിക്കേ, 8
4 2 1 8ന്റെ സ്ഥാനത്ത് 0 4 2 1 4 2 6 1 7 എത്ര 7. സോ ദ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ഈസ് 798.E. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും, കാരണം ഓപ്ഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പക്ഷേ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ലാത്തത് കൊണ്ട് അവരത് ക്യാൻസൽ ചെയ്തു. ഇവിടെ 398 ഉണ്ട്, ഇവിടെ ആക്ച്വലി എന്തായിരുന്നു വേണ്ടത് 798 എന്നായിരുന്നു ഓപ്ഷൻ വേണ്ടത്. സോ റൈറ്റ് ആൻസർ ഈ 798.E. സോ ഹെക്സിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക, 4 ബിറ്റ് ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ഹെക്സ് ഡിജിറ്റ് യൂസ് ചെയ്യണം? ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് യൂസ് ചെയ്യണം. അതാണ് കണക്ക്. ഇനി ഇതേപോലെ നിങ്ങളോട് ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, കൺവേർട്ട് ദ ഹെക്സാഡെസിമൽ നമ്പർ C6 ടു ബൈനറി നമ്പർ. ഇതാ ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. നേരത്തെ നമ്മൾ ചെയ്തത് എന്താ? നേരത്തെ നമ്മൾ ചെയ്തത് ബൈനറി ടു ഹെക്സ് അല്ലേ? ഇതിൽ ഏതാ ചെയ്തത്? ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ബൈനറി ആയിരുന്നു. സോ ബൈനറിനെ എങ്ങനെ ഹെക്സിലേക്ക് മാറ്റാനായിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ഹെക്സാഡെസിമൽ നമ്പർ തന്നെ അതിനെ എങ്ങനെ ബൈനറിയിലോട്ട് മാറ്റാന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹെക്സാഡെസിമൽ നമ്പർ ഏതാ? C6 ആണ് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ. നമുക്കറിയാം ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ ഉണ്ടാവുന്നത് നമുക്കറിയാം. സോ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി. 6 എന്ന് പറയുന്നത് എങ്ങനെയാ 6 കിട്ടുക? 8 4 2 1. എങ്ങനെയാ 6 കിട്ടുക? 4 + 2 ആണ് 6 അല്ലേ? സോ 8ന്റെ സ്ഥാനത്ത് 0, 4ന്റെ സ്ഥാനത്ത് 1, 2ന്റെ സ്ഥാനത്ത് 1, 1ന്റെ സ്ഥാനത്ത് 0. 6 കിട്ടി. സി എന്ന് പറയുന്നത് എന്താ? A10 B11 C12 ആണ് അല്ലേ? 12 ആണ് സി എന്ന് പറയുന്നത്. 12 ആണ് സി എന്ന് പറയുന്നത്. സോ 8 4 2 1. എങ്ങനെയാ സി കിട്ടുക? 8 + 4 12 കിട്ടി. സോ ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0. സോ 1 1 0 0 0 1 1 0. ഇതാണ് ആൻസർ. 1 1 0 0 0 1 1 0. ഓപ്ഷൻ എ നോക്കിക്കേ, ഇതാണ് റൈറ്റ് ആയിട്ടുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്. സോ എക്സിന്റെ ബൈനറി കൺവേർഷൻ മനസ്സിലായല്ലോ. സോ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ആണ് ഇത്. ഈ ടേബിൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ടു ബൈനറി ഡിജിറ്റ്, ബൈനറി നമ്പർ. നെക്സ്റ്റ് octal conversion. The octal number 752.222 is equivalent to which of the following? തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ഹെക്സാഡെസിമൽ നമ്പറിനെയാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കൺവേർഷൻ ഏതാണ്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ നമ്മൾ ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹെക്സ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബൈനറിയാണ്? 4 ബിറ്റ് ബൈനറി വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 8421 വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഒരു ഒക്ടൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്, ഒരു ഒക്ടൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ബൈനറി നമ്പർ മതി. 3 ബിറ്റ് ബൈനറി നമ്മൾ കണ്ടുപിടിക്കുന്നത് 4 2 1 വെച്ചിട്ട്. 8 4 2 1 ഇല്ല, 4 2 1 വെച്ചിട്ട്. സോ ഒക്ടൽ റെപ്രസെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒക്ടൽ റെപ്രസെന്റേഷനിൽ ഒരു ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ബൈനറി ആയിരിക്കും ഉണ്ടാവുക. ഹെക്സാഡെസിമൽ ഡിജിറ്റിൽ ഒരു ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് ബൈനറി വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങൾക്ക് 752.222 ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് ഏത് നമ്പറാ? ദിസ് ഈസ് ദ ഒക്ടൽ നമ്പർ അല്ലേ? ഇത് ഒക്ടൽ നമ്പർ ആണ്. ഇതിനെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒക്ടിനെ ഹെക്സിലേക്ക് മാറ്റാനുള്ള സീക്രട്ട് ആണ്. എന്ത് ചെയ്യണമെന്നറിയോ? ഒക്ടിനെ ആദ്യം ബൈനറിയിലോട്ട് മാറ്റുക, അതിനുശേഷം ഹെക്സിലോട്ട് മാറ്റുക. ഹെക്സിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനും ഹെക്സിനെ ആദ്യം ബൈനറിയിലോട്ട് മാറ്റുക, ബൈനറിനെ പിന്നെ ഒക്ടലിലോട്ട് മാറ്റുക. ഇതാണ് ഹെക്സ് ഒക്ടൽ കൺവേർഷനിൽ നമ്മൾ ചെയ്യാനുള്ളത്. ആദ്യം ബൈനറിയാണ് നടുവിൽ കിടക്കുന്ന ആൾ. ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു ജപ്പാനീസുകാരനായിട്ട് സംസാരിക്കണം. നമുക്ക് ജപ്പാനീസ് അറിയൂല, ജപ്പാനീസുകാരന് മലയാളം അറിയൂല, നടുവിൽ ഒരു ഇംഗ്ലീഷുകാരനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ ഇംഗ്ലീഷുകാരനോട് സംസാരിക്കും, സോ മലയാളത്തിൽ സംസാരിക്കും. സോ ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യും? ആ മലയാളത്തിന് ഇംഗ്ലീഷ് ആക്കി മാറ്റിയിട്ട്, ഓ അപ്പോഴൊരു പ്രശ്നം ഉണ്ടല്ലേ, ഇംഗ്ലീഷുകാരന് രണ്ടും അറിയണ്ടേ? യെസ്, ഇംഗ്ലീഷുകാരൻ ഇടനിലക്കാരനാണെന്ന് വിചാരിക്കും. ഇപ്പം ടെലിപ്രോംപ്റ്റ് വർക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു, ഈ ഇംഗ്ലീഷുകാരൻ മലയാളത്തിന് ഇംഗ്ലീഷ് ആക്കി മാറ്റി ജപ്പാൻകാരന് കൊടുക്കണം. ജപ്പാൻകാരൻ ഇംഗ്ലീഷുകാരനോട് സംസാരിക്കുന്നു, ഇംഗ്ലീഷുകാരന് ജപ്പാനീസും അറിയാമെന്ന് വിചാരിക്കുക. സോ ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യുന്നു? നമുക്കത് മലയാളമാക്കി പറഞ്ഞു തരുന്നു. അതേപോലെ ഒക്ടലിനെ ഹെക്സിലേക്കും ഹെക്സിനെ ഒക്ടലിലേക്കും മാറ്റണമെങ്കിൽ ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? ബൈനറി ആണ്. സോ ബൈനറിയിൽ കൂടെ തന്നെ ഇവരെ കൺവേർട്ട് ചെയ്യുക. സോ നോക്കിക്കേ, ഒരു ഒക്ടൽ നമ്പർ തന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക? ബൈനറി
ബൈനറിയിലേക്ക് ഓരോ ഒക്ടൽ ഡിജിറ്റും എടുക്കുക. ഓരോ ഒക്ടൽ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ് ബൈനറി ഉണ്ടാവുന്നതാണ് കണക്ക്. നോക്കിക്കോ, പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. പോയിന്റ് ഇവിടെ ഉണ്ട്. സോ പോയിന്റിന്റെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ നമ്പർ ആദ്യം കൺസിഡർ ചെയ്തത് 2. 2ന്റെ ഒക്ടൽ നമ്പർ എങ്ങനെയാണ്? നമ്മൾ എങ്ങനെ ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കുക? 8421 അല്ല, 421. എങ്ങനെയാണ് നിങ്ങൾക്ക് 2 കിട്ടുന്നത്? ഇത് ഒറ്റയ്ക്ക് 2 ആണ്. സോ 010. ഇതാണ് 2. നെക്സ്റ്റ് 5. 5 നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? 4 2 1 5 നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? 4 + 1 അല്ലേ? സോ 101. ഇനി 7 എങ്ങനെയാ? 4 2 1 വെച്ചിട്ട് 7 കിട്ടുക? 4 + 2 + 1 അല്ലേ? സോ 111. സോ 752ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ റെപ്രസെന്റേഷൻ ആണ് 111 101 010. ഇനി പോയിന്റിന് ശേഷം അഗെയിൻ 2 എങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞു? 010. ഈ 2 എങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞു? 010. ഈ 2 എത്രയാണ്? 010. സോ 010 010 010. കൺവേർട്ട് ആയോ? ഇല്ല, നമ്മൾ ഒക്ടലിനെ ബൈനറി ആക്കിയതേ ഉള്ളൂ. ബൈനറിനെ ഇനി ഹെക്സിലേക്ക് മാറ്റണം. അത് സിമ്പിൾ അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തില്ലേ? എങ്ങനെയാ ബൈനറിനെ ഹെക്സിലേക്ക് മാറ്റുക? 4 ബൈനറി ഡിജിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക, ഹെക്സിലേക്ക് മാറ്റുക. പോയിന്റ് ഇവിടെ ഉണ്ട്. സോ പോയിന്റിന്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആണ് ഗ്രൂപ്പിംഗ് വരിക. പോയിന്റിന്റെ റൈറ്റിലേക്ക് ഇതാ 1 2 3 4 ഒരു ഗ്രൂപ്പ്, 1 2 3 4 ഒരു ഗ്രൂപ്പ്, ലാസ്റ്റ് 0. ഇതിന്റെ കൂടെ 4 പേര് ചേർക്കാൻ 4 0 കൂടെ ചേർത്ത് വെക്കാം. കഴിഞ്ഞു. ഇനി പോയിന്റിന് ലെഫ്റ്റിലേക്ക് വരിക. 1 2 3 4 ഒരു ഗ്രൂപ്പ്, 1 2 3 4 ഒരു ഗ്രൂപ്പ്. ഇവിടെ ഇതാ ഒരുത്തൻ ഒറ്റയ്ക്ക് വെക്കുന്നു. സോ ലെഫ്റ്റിൽ 3 0 ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു, ഗ്രൂപ്പിംഗ് ആയി. ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് പറഞ്ഞേ. നോക്കിക്കേ, ഇതാ പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് നോക്കിയോ. 1010 എത്രയാടോ? 8421 അല്ലെ? 8 2 എത്രയാ? 10. 10 എന്ന് പറഞ്ഞാൽ ഹെക്സിൽ എത്രയാ? A. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കേ, 8 4 2 1 8 4 12 2 14. 14 എന്ന് പറഞ്ഞാൽ എക്സിൽ എത്രയാ? E അല്ലേ? സോ E. നെക്സ്റ്റ് 0001 അത് എത്രയാ? 1. സോ പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള 1EA. ഓപ്ഷൻ നോക്കൂ, 1EA ഇല്ല, ഒറ്റ ആളല്ലേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഇനി നോക്കിക്കോ, റൈറ്റിലേക്ക് പോയിന്റിന് ശേഷം നോക്കിക്കോ. പോയിന്റിന് ശേഷം 0100 ഇത് എത്രയാ? 8421 എത്രയാ? 4 മാത്രമേ ഉള്ളൂ. സോ 4. 1001 8421 8 1 എത്രയാ? 9. 000 എത്രയാ? 0. സോ 1EA.49. നോക്കിക്ക്, ഇത് തന്നെയല്ലേ ആൻസർ? 1EA.49. സോ ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ ഓഫ് ദ ഗിവൺ ഒക്ടൽ നമ്പർ. നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനും പ്രൊസീജിയർ സെയിം ആണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. സപ്പോസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 52 ആണെന്ന് വിചാരിക്കുക. 52 എന്ന് പറയുന്ന ഒക്ടൽ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താ ചെയ്യേണ്ടത്? ഒക്ടൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഒക്ടൽ നമ്പറിൽ ഓരോ ഡിജിറ്റിനും എത്ര ബിറ്റ് ബൈനറി ഉണ്ട്? 3 ബിറ്റ് ബൈനറി. അപ്പോൾ ഇതാ 2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 010 421. ഓക്കെ, അതാണ് എന്ത് ബൈനറി. 421 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇതാണ് 2ന്റെ പവേഴ്സ്. 2^3 2^3 2^2 2^1 2^0 2^3 8 2^2 4 2^1 2 2^0 1. സോ 8 4 2 1 എന്നുള്ളത് ഹെക്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. 4 2 1 എന്നുള്ളത് ഒക്ടലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. സോ ഇവിടെ 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ 4 2 1 2 കിട്ടണമെങ്കിൽ ഏതൊക്കെ ആഡ് ചെയ്യണം? 2 മാത്രം ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 1. അങ്ങനെയാണ് നമുക്ക് 010 കിട്ടിയത്. ഇനി 4 2 1 5 കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണം? 4ഉം 1ഉം ആഡ് ചെയ്യണം അല്ലെ? 2 ആഡ് ചെയ്യണ്ട. സോ 101 ഇതാണ് 5. സോ 101 010 ഇതാണ് 52ന്റെ എന്ത് ബൈനറി റെപ്രസെന്റേഷൻ. നിങ്ങളോട് ഹെക്സ് അല്ലേ ചോദിച്ചത്? ഹെക്സ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 പേരുടെ ഗ്രൂപ്പ് നോക്കിക്കോ. 1 2 3 4 ഒരു ഗ്രൂപ്പ്, 1 2 2 0 എക്സ്ട്രാ കിട്ടും. 2 ഗ്രൂപ്പ് 1010യും 0010യും. ഇനി എങ്ങനെ ഹെക്സിലേക്ക് മാറ്റും? നോക്കിക്കേ, 1010 എത്രയാ? 8 4 2 1 8 2 എത്രയാ? 10. 10 എന്ന് പറഞ്ഞാൽ ഹെക്സിൽ എത്രയാ? A. അടുത്തത് 0010 എത്രയാ? 2 എന്ന് പറഞ്ഞാൽ ഹെക്സിലും 2. സോ 2A is the corresponding hexadecimal representation of the given octal representation. ഇത്രയേ ഉള്ളൂ, 2A. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള നമ്പർ നമുക്ക് കൺവേർഷന് വേണ്ടി തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
ഹെക്സിനെ ഒക്ടലിലാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിലും ഒക്ടലിനെ ഹെക്സ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിലും കൺവേർഷൻ പ്രോസസ്സ് ഇതാണ്. എന്താണ്? ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി ഉണ്ടാവും. ഓരോ ഒക്ടൽ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ് ബൈനറി ഉണ്ടാവും. സോ ഹെക്സിനെ ഒക്ടലാക്കാൻ പറഞ്ഞാൽ ആദ്യം ഹെക്സിനെ ബൈനറി ആക്കുക, ബൈനറിയിൽ 3 പേരുടെ ഗ്രൂപ്പ് ആക്കുക, ഓരോ 3ന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ കണ്ടുപിടിക്കുക. ഒക്ടലിനെ ഹെക്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഒക്ടലിനെ ബൈനറി ആക്കുക, ഓരോ ബൈനറിനെയും 4 പേരുടെ ഗ്രൂപ്പ് ആക്കുക, ഓരോ 4 പേരുടെ ഗ്രൂപ്പിനും ഹെക്സ് ഡിജിറ്റ് അസൈൻ ചെയ്യാം. കഴിഞ്ഞു. ദിസ് ഈസ് ദ പ്രോസസ്. സോ ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് octal and hexadecimal. ഓക്കെ, നെക്സ്റ്റ് ഒരു കൺവേർഷൻ കൂടെ നോക്കിയേ. ഡെസിമൽ ഇക്വലന്റ് ഓഫ് octal 115. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ്. 115 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് അല്ലേ? അതായത് നിങ്ങൾക്ക് ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്, അതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഏത് നമ്പർ സിസ്റ്റം തന്നിട്ടും ഡെസിമലിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏത് നമ്പർ സിസ്റ്റത്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ബേസിന്റെ പവർ വെച്ച് കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ് അല്ലേ? സോ ഇവിടെ തന്നിരിക്കുന്നത് ഒക്ടൽ നമ്പർ ആണ്, അതായത് 115. ഇത് ഏത് നമ്പർ സിസ്റ്റത്തിലാ? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണുള്ളത്. സോ ഒക്ടലിന്റെ ബേസ് എത്രയാ? 8. 8ന്റെ പവർ വെച്ച് ഇതിനെ കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 5നെ 8ന്റെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ 8ന്റെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ 8ന്റെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കേ. സോ എന്ത് വരും? 8 × 2 പ്ലസ് 8 square into 1 plus 8 raised to 1 into 1 plus 8 raised to 0 into 5 അല്ലേ? 8 raised to 2 into 1 plus 8 raised to 1 into 1 plus 8 raised to 0 into 5. എന്ത് വരും? 8 square എത്രയാ? 64 plus 8 raised to 1 എത്രയാ? 8 plus 8 raised to 0 എത്രയാ? 1. 1 into 5 എത്രയാ? 5. So 64 plus 8 എത്രയാ? 72. 72 plus 5 എത്രയാ? 77. So this is the answer is 77. സോ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. യെസ്, ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺവേർഷൻ തരും. അടുത്ത ആ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് pairs of octal and binary numbers are not equal? പാടുണ്ടോ? ചെയ്യാൻ കഷ്ടപ്പാടുണ്ടോ? ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ ഒക്ടൽ നമ്പർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തന്നെ നോക്കിക്കേ. തന്നിരിക്കുന്നത് 11010. ഇതൊരു ബൈനറി നമ്പറാണ്. ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം? 3 പേരുടെ ഗ്രൂപ്പ് ആക്കുക. 010 3 പേരുടെ ഗ്രൂപ്പ്, 110 3 പേരുടെ ഗ്രൂപ്പ്, 010 എന്ന് പറഞ്ഞാൽ 2, 011 എന്ന് പറഞ്ഞാൽ 3. സോ 32 ആണ് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് 62 എന്നാണ്. സോ ഓപ്ഷൻ എ തന്നെ എത്രയാണ്? തെറ്റാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് pairs of octal and binary number are not equal എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള. അതിലാണ് എന്ത്? ഈ ബൈനറിയും ഈ ഒക്ടലും തെറ്റ്. കാരണം ഈ ബൈനറിയുടെ ഒക്ടൽ ഏതാ? 32 ആണ്. ഇവർ തന്നിരിക്കുന്നത് 62 ആണ്. സോ ഇതാണ് എന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ. നോട്ട് ഈക്വൽ എന്നല്ലേ ചോദിച്ചത്. അടുത്തതെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തു. ഞാൻ പ്രൊസീജിയർ പറഞ്ഞു തന്നില്ലേ? അടുത്ത ബി ഓപ്ഷനും സി ഓപ്ഷനും ഡി ഓപ്ഷനും നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എങ്ങനെ കൺവേർഷൻ പ്രോസസ് ഞാൻ പറഞ്ഞു? ബൈനറിയിലെ എല്ലാവരെയും 3 പേരുടെ ഗ്രൂപ്പ് ആക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ എഴുതുക. ഇതാണ് പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബൈനറി വാല്യൂ 1 represent which logic level? The binary value 1 represent which logic level? 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലോജിക്കിനെയാണ്? നമുക്കറിയാം ഡിജിറ്റൽ നമ്പർ ആണല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ നമ്പറിൽ നമ്മൾക്ക് ആകെ ഉള്ളത് 1ഉം 0ഉം 1ഉം 0ഉം 1ഉം 0ഉം മാത്രമാണ്. സോ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈ ലെവലിനെയും 0 എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലോ ലെവലിനെയുമാണ്. സോ ബൈനറി വാല്യൂ 1 represent which logic level? ഹൈ ലോജിക് ലെവൽ. ഓപ്ഷൻ എ is the right answer. Next question. 1's complement of the binary number 1010 is കോംപ്ലിമെന്റ് ഓഫ് എ നമ്പർ സിസ്റ്റം. ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് 2 കോംപ്ലിമെന്റ്സ് ആണുള്ളത്. 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും. ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 1's കോംപ്ലിമെന്റും ഉണ്ട്, 2's കോംപ്ലിമെന്റും ഉണ്ട്. എല്ലാ നമ്പർ സിസ്റ്റത്തിനും 2 കോംപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 10's കോംപ്ലിമെന്റും ഉണ്ട്, 9's കോംപ്ലിമെന്റും ഉണ്ട്. ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 8's കോംപ്ലിമെന്റും 7's കോംപ്ലിമെന്റും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ബൈനറി നമ്പർ സിസ്റ്റം എടുത്ത്
കഴിഞ്ഞാൽ അതിന് 2's കോംപ്ലിമെന്റും 1's കോംപ്ലിമെന്റും ഉണ്ട്. ഓക്കെ, സോ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ കോംപ്ലിമെന്റ് മാത്രം മതി നമുക്ക്. സോ ഇവിടെ തന്നിരിക്കുന്ന ഒരു നമ്പർ തന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണാനാണ്, 1's കോംപ്ലിമെന്റ് കാണാനാണ്. 1's കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, 0 എവിടെയുണ്ടോ 1 ആക്കുക, 1 എവിടെയുണ്ടോ 0 ആക്കുക, കോംപ്ലിമെന്റ് ചെയ്യുക. 0 എവിടെ ഉണ്ടാവോ അതിന് 1 ആക്കുക, 1 എവിടെയുണ്ടോ അതിന് 0 ആക്കുക, 0 എവിടെയുണ്ടോ അതിന് 1 ആക്കുക, 1 എവിടെയുണ്ടോ അതിന് 0 ആക്കുക. 0 1 0 1 is the answer. Option A is the right answer. ഇത്രയേ ഉള്ളൂ. 1's കോംപ്ലിമെന്റ് കാണാൻ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. എവിടെ 1 ഉണ്ടോ അതിന് 0 ആക്കുക, എവിടെ 0 ഉണ്ടോ അതിന് 1 ആക്കുക. അതേപോലെ നിങ്ങളോട് 2's കോംപ്ലിമെന്റ് ചോദിക്കാം. 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 1's കോംപ്ലിമെന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുക. 1's കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെന്റ് കിട്ടുന്നതാണ് പറയുന്നത്. 1's കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2's കോംപ്ലിമെന്റ് കിട്ടും. പക്ഷേ നിങ്ങൾ 1 ഒന്നും ആഡ് ചെയ്യാൻ പോരുത്, ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾക്ക് 2's കോംപ്ലിമെന്റ് കാണാൻ ചോദിച്ച നമ്പർ അതേപടി എഴുതുക. 1010 2's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരിക. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ 1 കിട്ടുന്നത് വരെ അങ്ങനെ തന്നെ എഴുതാം. ഇതാ റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ ആദ്യം 0, അതിനെ അങ്ങനെ തന്നെ എഴുതാം. ഇതാ ആദ്യത്തെ 1 കിട്ടി, അതിനെ അങ്ങനെ തന്നെ എഴുതാം. ആദ്യത്തെ 1 കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും കോംപ്ലിമെന്റ് ചെയ്താൽ, ആദ്യത്തെ 1 കിട്ടി, പിന്നെ 0നെ കോംപ്ലിമെന്റ് ചെയ്യുന്നു, പിന്നെ 1നെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. 0110 is the right answer. 0110, ഓപ്ഷൻ ഡി. സോ ഇതാണ് 2's കോംപ്ലിമെന്റ് കാണാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? 2's കോംപ്ലിമെന്റ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തന്നിരിക്കുന്ന നമ്പറിന്റെ LSB സൈഡിൽ നിന്ന് വരിക. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 1 കിട്ടുന്നത് വരെ ഡിജിറ്റ്സിന് അതേപടി എഴുതുക. 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും തിരിച്ചെഴുതുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തരാം. 1100 തന്നു വിചാരിക്കാം. 1100 2's കോംപ്ലിമെന്റ് ചോദിച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് വരിക. അതാ ഫസ്റ്റ് 0 അതിനെ അങ്ങനെ തന്നെ എഴുതി, സെക്കൻഡ് 0 അതിനെ അങ്ങനെ തന്നെ എഴുതി, ഫസ്റ്റ് 1 കിട്ടി അതിനെ അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് 1 കിട്ടിയാൽ പിന്നെ എല്ലാത്തിനെയും തിരിച്ചെഴുതുക. 0110. കണ്ടോ, ഇതാണ് 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത് വിച്ച് ഓഫ്, അപ്പൊ ഇത്രയുമാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരുവിധം ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതോടുകൂടി നമ്പർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ബേസ് റാഡിക്സ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി, നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെ ഒരു നമ്പർ സിസ്റ്റത്തിൽ മറ്റേ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി? 1's കോംപ്ലിമെന്റ് എന്താ, 2's കോംപ്ലിമെന്റ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 1 മാർക്ക് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 1 മാർക്ക് കിട്ടും. അടുത്ത നമ്മൾ കടക്കാൻ പോകുന്നത് ലോജിക് ഗേറ്റിന്റെ സെക്ഷനിലേക്കാണ്. ലോജിക് ഗേറ്റ്സ്, ഏതൊക്കെ ലോജിക് ഗേറ്റ്സ് നമുക്കുണ്ട്? നമുക്ക് പഠിക്കാനുള്ള ലോജിക് ഗേറ്റ്സ് ആൻഡ് ലോജിക് ഗേറ്റ്, അതിന് മുമ്പായിട്ട് നോട്ട് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, പിന്നെ എക്സോർ ഉണ്ട്, പിന്നെ നാൻഡ് ഉണ്ട്, പിന്നെ നോർ ഉണ്ട്, പിന്നെ എക്സ്നോർ ഉണ്ട്. ഇത്രയും ലോജിക് ഗേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിളിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? നമ്മൾ ഈ പഠിക്കുന്ന ഗേറ്റുകളിൽ 2 ഗേറ്റുകൾ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണെന്നറിയോ? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഏതൊക്കെയാണ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഈ 2 ഗേറ്റുകളും അറിയപ്പെടുന്നത് എന്താണ്? ഈ 2 ഗേറ്റുകളും അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇവർ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്? കാരണം ഈ 2 ഗേറ്റുകൾ വെച്ചിട്ട് നമുക്ക് എല്ലാ ബേസിക് ഗേറ്റുകളെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു നോട്ട് ഗേറ്റ് വേണോ, നിങ്ങൾക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു ആൻഡ് ഗേറ്റ് വേണോ, നിങ്ങൾക്ക് നാൻഡും നോറും വെച്ചിട്ട് ആൻഡ് ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു എക്സോർ ഗേറ്റ് വേണോ, നാൻഡ് വെച്ച് എക്സോർ ഉണ്ടാക്കാം, നോർ വെച്ചിട്ട് എക്സോർ ഉണ്ടാക്കാം. സോ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ബേസിക് ഗേറ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. 2 യൂണിവേഴ്സൽ ഗേറ്റുകളാണുള്ളത്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഇതെല്ലാ പ്രാവശ്യവും എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ലെവൽ എക്സാംസിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്. സോ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കുക. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യൂണിവേഴ്സൽ ഗേറ്റ് അല്ല, ഓർ അല്ല, നാൻഡ് ആണ്, എക്സോർ അല്ല. സോ നാൻഡ് ഈസ് ദ ആൻസർ. ഇവിടെ നോർ ഇല്ല, നാൻഡ് ആണുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നോറാണ് തന്നിരിക്കുന്നത്, നോർ. നാൻഡും നോറും രണ്ടും കൂടെ 2 ഗേറ്റിന് നമ്മൾ എന്താ പറയുക? യൂണിവേഴ്സൽ ഗേറ്റ്. നാൻഡ് ഗേറ്റിന് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയും, നോർ ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഇതാ ഡാഷ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്. സെയിം ക്വസ്റ്റ്യൻ. ഏതാണ്? നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ് ആർ ദ യൂണിവേഴ്സൽ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An example for inverter gate is inverter gate. ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 1 ഉണ്ടെങ്കിൽ അതിനെ തിരിക്കുക. നമ്മുടെ കയ്യിൽ 1 ഉണ്ടെങ്കിൽ അതിനെ 0 ആക്കുക, 0 ഉണ്ടെങ്കിൽ അതിനെ 1 ആക്കുക. അതാണ് എന്ത്? ഇൻവേർഷൻ എന്ന് പറയുന്ന പരിപാടി. സോ 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. ഇത് ആരാ ശരിക്കും ചെയ്യുന്നത്? ദിസ് ഈസ് പെർഫോംഡ് ബൈ നോട്ട് ഗേറ്റ്. സോ നോട്ട് ഗേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, നോട്ട് ഗേറ്റ് ഈസ് നോൺ ആസ് ദ ഇൻവേർട്ടർ ഗേറ്റ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്വാഡ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്? ഓ മൈ ഗോഡ്, എന്താണ് ക്വസ്റ്റ്യൻ?
ഒരു ആൻഡ് ഗേറ്റ് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് എന്താ? കുറേ നമ്പേഴ്സാണ്. ഇതെന്താണെന്നറിയോ? ഈ നമ്പറുകളെല്ലാം IC നമ്പറുകളാണ്. IC നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റുകളെല്ലാം നമുക്ക് ഉണ്ടാവുക ICയുടെ ഉള്ളിലാണ്. സോ ഓരോ IC ഓരോ ഗേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് നോക്കട്ടെ, 7400. ഈ 7400 എന്ന് പറയുന്നത് എന്ത് ഗേറ്റിൻ്റെ IC ആണെന്നറിയോ? ദിസ് ഈസ് NAND ഗേറ്റ് IC. ഓക്കെ, നെക്സ്റ്റ് 7408 ഇതെന്താണെന്നറിയോ? ദിസ് ഈസ് AND gate IC. 7432 this is OR gate IC. 7486 this is XOR gate IC. ഓക്കെ, സോ ഓരോ IC എന്ന പേരുകൾ ഇതാണ് ICയുടെ സീരീസ്. 7400, 7408, 7432, 7486 ഇനിയുണ്ട്. 7402 എന്ന് പറയുന്നത് NOR ഗേറ്റ് IC ആണ്. അതേപോലെ വേറെയുണ്ട് 7402, പിന്നെ 7404 ഉണ്ട്. 7404 എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് IC ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് IC ഗേറ്റ്സ്. ഈ IC ഗേറ്റ്സ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, കാരണം ഇതിൽ ഏത് ഗേറ്റ് നമ്പർ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഡ് 2 ഇൻപുട്ട് എന്നും പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. കോഡ് 2 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കോ, ഇതാ ഈ തന്നിരിക്കുന്ന IC ഇതൊരു IC ആണ്. ഈ IC എന്ത് IC ആണെന്നറിയോ? അത് ആൻഡ് ഗേറ്റ്. എല്ലാ ഗേറ്റുകളും ആൻഡ് അല്ലേ അതിൻ്റെ അകത്തുള്ളത്. സോ ഇത് ഏത് IC ആണ്? ദിസ് ഈസ് 7408. നമ്മൾ പറഞ്ഞു ആൻഡ് ഗേറ്റ് IC ആണ് 7408 എന്ന്. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കൂ, ഓരോ ICയിലും എത്ര ഗേറ്റുകളുണ്ട്? 4 ഗേറ്റുകളുണ്ട്. ഇതാ 1 ഗേറ്റ്, 2 ഗേറ്റ്, 3 ഗേറ്റ്, 4 ഗേറ്റ്. ഈ ഗേറ്റിനൊക്കെ എത്ര ഇൻപുട്ട് ഉണ്ട്? ഇതാ ഈ ഗേറ്റിന് 2 ഇൻപുട്ട്, ഈ ഗേറ്റിന് 2 ഇൻപുട്ട്, ഈ ഗേറ്റിന് 2 ഇൻപുട്ട്, ഈ ഗേറ്റിന് 2 ഇൻപുട്ട്. സോ ഇതൊക്കെ എന്താണ്? 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകളാണ്. എത്ര 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകളുണ്ട്? 4 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകളുണ്ട് അല്ലേ? സോ 4 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകൾ. അപ്പോൾ മൊത്തം എത്ര പിൻസ് അതിനു വേണ്ടി ചെലവായി? 2 ഇൻപുട്ടിന് വേണ്ടിയിട്ട് 2 പിന്ന് വേണം. സോ 4 ഗേറ്റ് ഉണ്ടെങ്കിൽ 4 × 2 8 പിന്ന് ഇൻപുട്ടിന് വേണം. ഔട്ട്പുട്ടിന് 1 പിന്ന് വേണ്ടേ? 4 എണ്ണം ഉണ്ടെങ്കിൽ 4 ഔട്ട്പുട്ട്, 8 4 12. 1 പിന്ന് VCC, 1 പിന്ന് ഗ്രൗണ്ട്. അപ്പോൾ മൊത്തം എത്ര? 8 4 12 2 14. സോ ദിസ് ഈസ് എ 14 പിൻ IC. ഇനി ഇതിൻ്റെ അകത്ത് ഈ ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ക്വാഡ് എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ ഉദ്ദേശിക്കുന്നത്. 4 ടൈപ്പ് ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഗേറ്റുകളുണ്ട്. സോ 4 ഗേറ്റുകൾക്ക് നിങ്ങൾക്ക് 4 ടൈപ്പ് ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ക്വാഡ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. സോ ക്വാഡ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് IC ഏതാണ്? 7408. ക്വാഡ് 2 ഇൻപുട്ട് NAND ഗേറ്റ് ഏതാണ്? 7400. ക്വാഡ് 2 ഇൻപുട്ട് NOR ഗേറ്റ് ഏതാണ്? 7402. ഓക്കെ, ക്വാഡ് 2 ഇൻപുട്ട് OR ഗേറ്റ് ഏതാണ്? 7432. സിമിലർലി 7486. സോ ആ IC നമ്പറുകൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഏതെങ്കിലും ഒരു IC നമ്പർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ആൻഡ് ഗേറ്റ്, 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. അതേതാണ്? 7408 ആണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following logic gates, which cannot be used as an inverter? In the following logic gates, which cannot be used as an inverter. So inverter എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഇൻവെർട്ടർ? 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. അവരെയാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ കണക്ക് പെടുത്തിയിരിക്കുന്നത് അല്ലേ? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോട്ട് ഗേറ്റ് എന്തായാലും ഇൻവെർട്ടർ ഗേറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു NAND ഗേറ്റും NOR ഗേറ്റും കാണുന്നില്ലേ? ഇവരെന്താണ്? ഇവർ ഓൾറെഡി യൂണിവേഴ്സൽ ഗേറ്റ് ആണ് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗേറ്റ് വെച്ച് ലോകത്തിലുള്ള എന്തിനു വേണേൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെർട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടാക്കാം. അതായത് നോട്ട് ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. സോ NAND ഗേറ്റ് വെച്ച് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം, NOR ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കാം. പക്ഷേ AND ഗേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? നോട്ട് അല്ലെങ്കിൽ ഇൻവെർട്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫോളോയിങ് ലോജിക് ഗേറ്റ്സ് വിച്ച് cannot be used as an inverter? AND gate cannot be used as an inverter. നോട്ട് ഗേറ്റിനെ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാം, AND ഗേറ്റിന് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാം, NOR ഗേറ്റിന് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് NAND NOR ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ദേ ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്. അടുത്തത്, ഡാഷ് വിൽ മേക്ക് എൻ AND ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട്. കണ്ടോ? ഇനി അങ്ങോട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിക് ഗേറ്റിൻ്റെ
ട്രൂത്ത് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രൂത്ത് ടേബിൾ? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും, ലോജിക് ഗേറ്റിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ തരുന്ന ടേബിളാണ് ഇത് ട്രൂത്ത് ടേബിൾ. ഇവിടെ തന്നിരിക്കുന്നത് ഡാഷ് വിൽ മേക്ക് ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട് എന്നാണ്. സോ ആൻഡ് ഗേറ്റ് ആണല്ലോ. സോ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഞാൻ എഴുതാണ്. ഓരോ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും ഓർക്കേണ്ടതിന് ഒരു വിധമുണ്ട്. ആൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇറ്റ് ഈസ് സിമിലർ ടു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ആൻഡിന് എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട് എന്ന് വിചാരിക്കുക, എ ബി വൈ. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് പോലെയാണെന്നാണ് പറയുന്നത്. സോ ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട്? എയും ബിയും 0 ആവാം, എ 0 ആവാം, ബി 1 ആവാം, എ 1 ആവാം, ബി 0 ആവാം, എയും ബിയും 1 ആവാം. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്സ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പോലെയാണ് ആൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ 0 × 0 എത്രയായിരിക്കും? 0. 0 × 1 എത്രയായിരിക്കും? 0. 1 × 0 എത്രയായിരിക്കും? 0. 1 × 1 എത്രയായിരിക്കും? 1. So this is the truth table of AND gate. So this is the truth table of which gate? AND gate. ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് വിൽ മേക്ക് ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട്. ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. സോ ഔട്ട്പുട്ട് 1 ആയിരിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു കോമ്പിനേഷനിലല്ലേ ഔട്ട്പുട്ട് 1 ആയിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണോ? നോക്കിക്കേ, ഈ ഒരു കോമ്പിനേഷനിലാണ് ഔട്ട്പുട്ട് 1. ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? രണ്ട് ഇൻപുട്ടുകളും 1. വേറെ ഒരു സ്ഥലത്തും രണ്ട് ഇൻപുട്ടുകളും 1 വരുന്നില്ല. സോ രണ്ട് ഇൻപുട്ടുകളും 1 ആവുന്ന സമയത്ത് മാത്രമേ ആൻഡ് ഗേറ്റിന് 1 ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. സോ ഏതാണ് ആൻഡ് ഗേറ്റിന് 1 ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്? വെൻ all its inputs are high. അതിൻ്റെ എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുന്ന സമയത്താണ് ആൻഡ് ഗേറ്റിന് എന്ത് കിട്ടുന്നത്? ആൻഡ് ഗേറ്റിന് എന്ത് കിട്ടുന്നത്? ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓൾ ഇറ്റ്സ് ഇൻപുട്സ് ആർ ഹൈ. എപ്പോഴാണോ എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുന്നത് അപ്പം മാത്രമാണ് ആൻഡ് ഗേറ്റിന് എന്ത് കിട്ടുന്നത്? ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിൾ പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. ഇത് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ആണെങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും? ആൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആൻഡിനെ ഇൻവേർട്ട് ചെയ്തതാണ് നാൻഡ്. സോ 0 കിട്ടുന്നിടത്ത് 1 കിട്ടും, 0 കിട്ടുന്നിടത്ത് 1 കിട്ടും, 0 കിട്ടുന്നിടത്ത് 1 കിട്ടും, 1 കിട്ടുന്നിടത്ത് 0 കിട്ടും. സോ ദിസ് ഈസ് ദ നാൻഡ് ഓപ്പറേഷൻ. സോ ആൻഡും നാൻഡും ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, സോ ബാക്കി ഗേറ്റുകൾ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന മുറയ്ക്ക് ഞാൻ പറയാം. സോ ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോജിക് ഗേറ്റ് ഹാസ് ദ ഫോളോയിങ് ട്രൂത്ത് ടേബിൾ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 0 0 നോക്കി, ക്വസ്റ്റ്യൻ നോക്കിക്കോ. 0 0 0 0 1 0 1 0 0 1 1 1. ഏത് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ? അത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ പോലെ അല്ലേ ഇത്? 0 × 0 0 × 1 1 × 0 1 × 1. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോലെ തരുന്ന ഓപ്പറേഷൻ ഏതാണ്? ആൻഡ് ഓപ്പറേഷൻ ആണ്. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ്. ഇങ്ങനെ എല്ലാത്തിൻ്റെ ട്രൂത്ത് ടേബിളും വേണമെങ്കിൽ ചോദിക്കാം. ട്രൂത്ത് ടേബിൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 input AND gate, the number of states where output is 0 are. നമ്മൾ ഇതുവരെ പറഞ്ഞത് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ കേസ്. അപ്പോൾ ഇവന്മാരിതാ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റും കൊണ്ട് വന്നിരിക്കുന്നു. ആൻഡ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മൾട്ടിപ്ലിക്കേഷൻ പോലെയല്ലേ? മൾട്ടിപ്ലിക്കേഷൻ പോലെ ആകുമ്പം ഈ 3 ഇൻപുട്ടുകൾ, സപ്പോസ് ABC ആണ് 3 ഇൻപുട്ട്, Y എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇങ്ങനെ എത്ര കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാം? 3 ഇൻപുട്ട് വെച്ചിട്ട് 8 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. 8 കോമ്പിനേഷൻ നിങ്ങൾക്ക് ഈ 3 ഇൻപുട്ട് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേർ ഔട്ട്പുട്ട് ഈസ് 0, ഔട്ട്പുട്ട് 0 ആയിരിക്കുന്ന എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഒരു 0 ഇൻപുട്ടിൽ വന്നാൽ അപ്പോൾ ഔട്ട്പുട്ട് 0 ആവും. കാരണം മൾട്ടിപ്ലിക്കേഷൻ പോലെയല്ലേ? അപ്പോൾ എപ്പോഴായിരിക്കും ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവുന്നത്? എപ്പോഴാണോ ഇൻപുട്ടുകൾ മുഴുവൻ 1 ആവുന്നത് അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. നേരത്തെ നമ്മൾ കണ്ടല്ലേ, എപ്പോഴാണോ ഇൻപുട്ടുകൾ മുഴുവൻ 1 ആവുന്നത് അപ്പോഴേ ഔട്ട്പുട്ട് 1 ഉള്ളൂ, ബാക്കി എല്ലാ സമയത്തും ഔട്ട്പുട്ട് 0 ആണ്. ഔട്ട്പുട്ട് 0 കിട്ടുന്ന എല്ലാ സ്റ്റേറ്റിലും ഒരു ഇൻപുട്ട് 0 ആണ് അല്ലേ? സോ നമുക്ക് ഉറപ്പിക്കാം, ഈ ആൻഡ് ഗേറ്റിന് 3 ഇൻപുട്ട് ആയാലും 4 ഇൻപുട്ട് ആയാലും ആൻഡ് ഗേറ്റിന് 1 ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴാണ്? എല്ലാ ഇൻപുട്ടും 1 ആയിരിക്കുന്ന സമയത്താണ്. സോ മൊത്തം എത്ര ഇൻപുട്ട് കോമ്പിനേഷൻ ഉണ്ട്? 8 കോമ്പിനേഷൻ. ആ 8 കോമ്പിനേഷനിൽ ഒരു കോമ്പിനേഷനിൽ മാത്രം ഔട്ട്പുട്ട് 1, ബാക്കി 7 കോമ്പിനേഷനിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും.
സോ ക്വസ്റ്റൻ അതല്ലേ, ഫോർ എ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആർ ഔട്ട്പുട്ട് 0 ആർ എത്രയാണ് 7 സ്റ്റേറ്റുകളിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഒറ്റ സ്റ്റേറ്റിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഔട്ട്പുട്ട് 1 കിട്ടുന്ന എത്ര കേസുകൾ ഉണ്ടാവും നോക്കണേ. ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എടുത്താൽ അതിൽ ഔട്ട്പുട്ട് 1 കിട്ടുന്ന എത്ര കേസുകൾ ഉണ്ടാവും? 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ടും 1 ആവുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലേ സംഭവിക്കുള്ളൂ. സോ ഒറ്റ കേസിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ബാക്കി 2 ഇൻപുട്ട് ആകുമ്പോൾ 4 കോമ്പിനേഷൻ ഉണ്ടാവും. ആ 4 കോമ്പിനേഷനിൽ ഒരു സ്ഥലത്ത് മാത്രം ഔട്ട്പുട്ട് 1 കിട്ടും, ബാക്കി 3 കോമ്പിനേഷനിലെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് എ ഹൈ ഓർ 1 അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ ഈസ് എ ഡാഷ് ഗേറ്റ്. ഇപ്പോൾ ഇവിടെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. സാധാരണ ഒരു ഗേറ്റ് തന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ സ്വഭാവമാണ് ചോദിക്കാറ്. പക്ഷേ ഇവിടെ ഓൾറെഡി റിസൾട്ട് തന്നിട്ട് അത് ഏത് ഗേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് വരയ്ക്കുക. ഓക്കെ, സോ പറഞ്ഞിരിക്കുന്നത് അതിന് ഔട്ട്പുട്ട് 1 കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? ദ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് എ ഹൈ ഓർ 1 അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഔട്ട്പുട്ടിൽ 1 കിട്ടുന്ന ഗേറ്റ് ഏതാണ്? നമുക്ക് നോക്കാം. 2 ഇൻപുട്ട് എടുക്കാം, എ ബി, ഔട്ട്പുട്ട് എടുക്കാം വൈ. ഓക്കെ, എന്നിട്ട് ട്രൂത്ത് ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. എന്നിട്ട് നമുക്കറിയാവുന്ന വല്ല ട്രൂത്ത് ടേബിളും ആണോ തന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്താൽ പോരെ. എന്താ അവർ പറയുന്നത്? ഏതൊക്കെ കോമ്പിനേഷൻസ് നടക്കാം? 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. സോ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ് വെൻ എനി ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ തന്നെ ഔട്ട്പുട്ട് 1 ആവും. നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ ഒരു ഇൻപുട്ടും ഹൈ അല്ല, സോ ഔട്ട്പുട്ട് 0. സെക്കൻഡ് കേസിൽ ബി ഇൻപുട്ട് ഹൈ ആണ്, സോ ഔട്ട്പുട്ട് 1. ഫസ്റ്റ് കേസിൽ എ ഇൻപുട്ട് ഹൈ ആണ്, സോ ഔട്ട്പുട്ട് 1. ലാസ്റ്റ് കേസിൽ എയും ബിയും ഹൈ ആണ്, അപ്പോൾ ഷുവർ ആയിട്ട് ഔട്ട്പുട്ട് ആണ്. ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് 1 ആവുമെന്ന് പറയാം. അപ്പോൾ 2 ഇൻപുട്ട് 1 ആയാൽ ഉറപ്പായിട്ട് ഔട്ട്പുട്ട് 1 ആവും. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. ഇത് ഏതിൻ്റെ ട്രൂത്ത് ടേബിളാണ് അറിയോ? ഇത് ഏതിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും? നമ്മൾ 2 നേരത്തെ പറഞ്ഞ ആൻഡും നാൻഡും, ആൻഡിൻ്റെയും നാൻഡിൻ്റെയും അല്ല. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ നോർ ഗേറ്റ്. പറഞ്ഞുതരാം. ഓർ ഗേറ്റ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഓർ ഗേറ്റ്, ഓർ എന്ന് പറഞ്ഞാൽ നേരത്തെ ആൻഡ് ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്, അപ്പോൾ ഓർ എന്തായിരിക്കും? അഡീഷൻ പോലെ ആയിരിക്കും. നോക്കിക്കോ, എ ബി വൈ. ഓക്കെ, സോ ഏതൊക്കെയാവും ഇൻപുട്ട്? 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. ഓർ അഡീഷൻ പോലെയാണ്. നോക്കിക്കേ, 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 1. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. 1 + 1 ഈസ് 1 എക്സ് അക്കോർഡിംഗ് ടു ഓർ ഗേറ്റ്. ഓക്കെ ആണല്ലോ? അഡീഷൻ പോലെ. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. നോർ എന്ന് പറയുന്നത് എന്താ? ഓറിന്റെ കോംപ്ലിമെന്റ് ആണ് നോർ. സോ നോർ ഗേറ്റ് എന്ത് എഴുതണം? ഓർ ഗേറ്റിന് എന്ത് കിട്ടിയോ അതിനെ തിരിച്ചെഴുതാം. അപ്പോൾ 0 കിട്ടിയെടുത്ത് 1, 1 കിട്ടിയെടുത്ത് 0, 1 കിട്ടിയെടുത്ത് 0, 1 കിട്ടിയെടുത്ത് 0. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഞാൻ നോർ എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? യെസ്, അത് തെറ്റായിരുന്നു. ഓർ ഗേറ്റിൻ്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ തന്നെ ഔട്ട്പുട്ടിൽ 1 വരണം. ഇതിൻ്റെ അകത്ത് ഈ ഇൻപുട്ട് ഹൈ ആണ്, ഔട്ട്പുട്ടിൽ ഹൈ വന്നു. ഈ ഇൻപുട്ട് ഹൈ ആണ്, ഔട്ട്പുട്ടിൽ ഹൈ വന്നു. 2 ഇൻപുട്ട് ഹൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ടിൽ ഹൈ വന്നു. സോ ഇത് ഏത് ഗേറ്റ് ആണ്? ദിസ് റെപ്രസെൻറ്റ്സ് ദ ഓർ ഗേറ്റ്. ഏതാണ്? ഓപ്ഷൻ എ, ഓർ ഗേറ്റ്. അപ്പോൾ ഇങ്ങനെ ട്രൂത്ത് ടേബിൾ ബേസ് ആയിട്ട് ലോജിക് ഗേറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ട്രൂത്ത് ടേബിൾ തരാം, എന്നിട്ട് ലോജിക് ഗേറ്റ് ഏതാണെന്ന് ചോദിക്കാം. ലോജിക് ഗേറ്റ് ചോദിച്ചിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിളിലെ പ്രത്യേകതകൾ ചോദിക്കാം. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ട്രൂത്ത് ടേബിൾ പറയുന്നത്. എനി ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ്, അങ്ങനെയായിരിക്കും ട്രൂത്ത് ടേബിൾ തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ പിക്ചോറിയൽ ആയിട്ടും ട്രൂത്ത് ടേബിൾ തരാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ എല്ലാ ഗേറ്റുകളും അതിൻ്റെ ട്രൂത്ത് ടേബിളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു തന്നെ ഡാഷ് വിൽ മേക്ക് എൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട്. അതല്ലേ നേരത്തെ പറഞ്ഞത്? ഡാഷ് വിൽ മേക്ക് എൻ ആൻഡ് ഗേറ്റ് പ്രൊഡ്യൂസ് ഹൈ. എപ്പോഴാണ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്? വെൻ ഓൾ ഇറ്റ്സ് ഇൻപുട്ട് ആർ ഹൈ. എല്ലാ ഇൻപുട്ട് ഹൈ ആയാലേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ എക്സോർ ഗേറ്റ് പ്രൊഡ്യൂസസ് എ ഹൈ ഔട്ട്പുട്ട് വെൻ. ഇപ്പം നാൻഡായി, നോറായി, ആൻഡായി, നോട്ടായി, ഓറായി, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അതിൻ്റെ എല്ലാത്തിൻ്റെ ട്രൂത്ത് ടേബിൾ ഞാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സോർ ഗേറ്റ്, അടുത്ത ഗേറ്റ് എക്സോർ ഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ഹൈ ഔട്ട്പുട്ട് വെൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഓറും നോറൊക്കെ പറഞ്ഞ പോലെ, ഓറ് ആൻഡ് നോറ് നാൻഡൊക്കെ പറഞ്ഞ പോലെ എക്സോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊക്കെയാണ് കോമ്പിനേഷൻ? 0 0, 0 1, 1 0, 1 1. എക്സോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻപുട്ട് ഡിഫറൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നോക്കിക്കേ, ഫസ്റ്റ് ഇൻപുട്ട് എയും ബിയും 0 അല്ലേ, സെയിം ഇൻപുട്ട്, പക്ഷേ സെയിം ഇൻപുട്ടിന് ഔട്ട്പുട്ട് 0. ഈ കോമ്പിനേഷൻ നോക്കിയാൽ 1 1 സെയിം ഇൻപുട്ട് അല്ലേ, എയും ഇൻപുട്ട് എയും 1 ബിയും 1, സോ ഔട്ട്പുട്ട് 0. പക്ഷേ ഈ കോമ്പിനേഷൻ നോക്കൂ, 0 1 എ 0 ബി 1, അപ്പോൾ ഇൻപുട്ട് ഡിഫറൻറ്റ്, സോ ഔട്ട്പുട്ട് ഈസ് 1. ഈ കോമ്പിനേഷൻ നോക്കിയാൽ 1 0 എ ഈസ് 1 ബി ഈസ് 0, ഇൻപുട്ട് ഡിഫറൻറ്റ്, സോ ഔട്ട്പുട്ട് 1. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് XOR ഗേറ്റ്. ഇതേപോലെ XNOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എടുക്കാം. XNOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എടുത്താൽ എന്തായിരിക്കും? ഇതിന്റെ കോംപ്ലിമെന്റ് 1 0 0 1. എപ്പോഴാണോ 2 ബിറ്റ്സ് സെയിം ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് 1. എപ്പോഴാണോ 2 ബിറ്റ് സെയിം ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് 1. എപ്പോഴാണോ 2 ബിറ്റ് ഡിഫറൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് 0. ഓക്കെ, ദാറ്റ് ഈസ് ദ XNOR ഗേറ്റ് ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് XOR ഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ഹൈ ഔട്ട്പുട്ട്. XOR എപ്പോഴാണ് ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെൻ ഇറ്റ്സ് ഇൻപുട്സ് ആർ ഡിഫറൻറ്റ് അല്ലേ, ഇൻപുട്ട് ഡിഫറൻ്റ് ആയിരിക്കുന്ന കോമ്പിനേഷനിലാണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് ഹൈ. സോ XOR ഗേറ്റ് ഈസ് എ കമ്പറേറ്റർ ഗേറ്റ്. എന്താണ് കമ്പറേറ്റർ ഗേറ്റ്? കമ്പയർ ചെയ്യുന്നതിന് 2 ബിറ്റ്സ് സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്ന് കമ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗേറ്റ് ആണ് ഇത് XOR ഗേറ്റ്. സോ XOR ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കമ്പറേറ്റർ. സോ XOR ഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ഹൈ ഔട്ട്പുട്ട് വെൻ ബോത്ത് ദ ഇൻപുട്ട് ആർ ഡിഫറൻറ്റ്. 2 ഇൻപുട്ട് സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് 0. അതാണല്ലോ നമ്മളിവിടെ കണ്ടത്, 2 ഇൻപുട്ട് സെയിം ഔട്ട്പുട്ട് 0, 2 ഇൻപുട്ട് സെയിം ഔട്ട്പുട്ട് 0. സോ ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് XOR ഗേറ്റ്. XNOR ഗേറ്റും അതേപോലെ തന്നെ പഠിക്കാമല്ലോ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. The next one, the most suitable gate for comparing 2 bits. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടും സെയിം ആണോ രണ്ടും ഡിഫറൻ്റ് ആണോ ചെക്ക് ചെയ്യുന്നതിനാണല്ലോ കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ കമ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗേറ്റ് ഏതാ? XOR ഗേറ്റ് അല്ലെങ്കിൽ XNOR ഗേറ്റ്. ഇത് രണ്ടും കമ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ the XOR ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കമ്പറേറ്റർ ഫോർ കമ്പയറിംഗ് 2 bits. കാരണം കമ്പയർ ചെയ്തിട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 തരും, ഡിഫറൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 തരും. സോ 1 കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉറപ്പിക്കുക ഇൻപുട്ട് ഡിഫറൻ്റ് ആണ്. സോ അതാണല്ലോ കമ്പാരിസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ലോജിക് ഗേറ്റ്സിന്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു, ലോജിക് ഗേറ്റ്സിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുളിയൻ എക്സ്പ്രഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബുളിയൻ എക്സ്പ്രഷൻ. സോ ബുളിയൻ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ബുളിയൻ ലോസും ഡി മോർഗൻസ് തിയറും ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ബുളിയൻ ലോസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. നോക്കിക്കേ, ഈ ബുളിയൻ ലോസ് നമുക്ക് നോക്കാം. അതായത് ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷനും വേറെ വേറെ ബുളിയൻ ഓപ്പറേഷൻ ഉണ്ട്. നോക്കിക്കോ, A+0 A ആണ്, എല്ലാവർക്കും അറിയാം. A×1 എത്രയാ? A ആയിരിക്കും. നെക്സ്റ്റ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, A+1. നമ്മൾ ഇത് നമുക്ക് അധികം പിടുത്തമുള്ള സാധനം. A+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് കിട്ടുന്നത്? 1 ആണ്. ഓക്കെ, അതേപോലെ A+A എത്ര കിട്ടുന്നത്? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇതൊന്നും നമ്മൾ ബൈഹാർട്ട് പഠിക്കരുത്, മനസ്സിലാക്കിയാൽ മതി. അതായത് ഇപ്പം ഈ ഫസ്റ്റ് റൂള് നോക്കാം, A+0 ഈസ് A. ഇത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എക്ക് 0 കൊടുക്കാം. എക്ക് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? 0+0 നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 0 തന്നെ. സോ എക്ക് 0 കൊടുത്തു, നിങ്ങൾക്ക് 0 തന്നെ കിട്ടി. ഇനി നിങ്ങൾ എക്ക് 1 കൊടുത്തു, സോ 1+0 നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 1. സോ നിങ്ങൾ എക്ക് 1 കൊടുത്തു, നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 കിട്ടി. സോ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇവിടെ A കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? A കിട്ടും. സോ A+0 = A ആണ്. എന്നാൽ A×0യോ അല്ലെങ്കിൽ A×1ഓ? A×1 1 ആണ്. ഇപ്പം നിങ്ങൾ എക്ക് 1 കൊടുത്തു, എല്ലാം അങ്ങനെ വെരിഫൈ ചെയ്താൽ മതി. അതായത് എക്ക് 1 കൊടുത്തു, 1×1 എത്രയാ? 1. സോ 1 കൊടുത്തു, 1 കിട്ടി. എക്ക് 0 കൊടുത്തു, 0×1 എന്ത് കിട്ടി? 0. സോ 0 കൊടുത്തു, 0 കിട്ടി. സോ A×1 ഈസ് A, A+0 ഈസ് A. നെക്സ്റ്റ് A+1 ഈസ് 1 എന്നാണ് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു അത്ര ദഹിക്കാത്തൊരു ഫോർമുലയാണ്. A+1 = 1. എന്തുകൊണ്ട്? ഇപ്പം നോക്കിക്കോ, എക്ക് 0 കൊടുത്തു, എക്ക് 0 കൊടുത്താൽ എന്ത് വരും? 0+1 ഈസ് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ എക്ക് 0 കൊടുത്തു, ഔട്ട്പുട്ടിൽ 1 കിട്ടി. ഇനി ഞാൻ എക്ക് 1 കൊടുക്കാൻ പോവാണേ, 1+1 അതേ, അപ്പോഴും ഔട്ട്പുട്ട് 1. അപ്പോൾ നിങ്ങൾ എക്ക് 0 കൊടുത്താലും എക്ക് 1 കൊടുത്താലും ഔട്ട്പുട്ടിൽ എന്ത് തന്നെ കിട്ടുള്ളൂ? ഔട്ട്പുട്ടിൽ 1 തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്? A+1 = 1 എന്ന് എഴുതിയിരിക്കുന്നത്. 1ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലും അതേ വേരിയബിൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സോ A+0 = A, A×1 ഈസ് = A, A+1 ഈസ് = A, A×0 = 0. കാരണം ഏതിനെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടും. നെക്സ്റ്റ് A+A 2A അല്ല, A തന്നെയാണ്.
എ ഇൻറ്റു എ സ്ക്വയർ അല്ല എ തന്നെയാണ്. ഇനി എയും എയിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. എയിൻ്റെ കോംപ്ലിമെൻറ്റ് എത്രയാ? 1. സോ 0 + 1 എത്രയാ? 1. എ 1 ആണെന്ന് വിചാരിക്കുക. 1ൻ്റെ കോംപ്ലിമെൻറ്റ് എത്രയാ? 0. 1 + 0 എത്രയാ? 1. സോ എയും എ കോംപ്ലിമെൻറ്റ് എപ്പോൾ കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 1 ആണ് അല്ലേ? എയും എ കോംപ്ലിമെൻറ്റും എപ്പോൾ കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ആണ്. സോ എ + എ കോംപ്ലിമെൻറ്റ് ഈസ് 1. പക്ഷേ എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റോ നോക്കിക്കേ. എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1. സോ 0 × 1 എത്രയാ? 0. എ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0. 1 × 0 എത്രയാ? 0. അപ്പോൾ എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് എന്താ? 0. സോ എ + എ കോംപ്ലിമെൻറ്റ് 1ഉം എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് 0 ആണെന്ന് മനസ്സിലായി. അടുത്തത് എ + ബിയും ബി + എയും. എ + ബി ചെയ്താലും ബി + എ ചെയ്താലും കിട്ടുന്നത് സെയിം ആണ്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അത് എ ഇൻറ്റു ബിക്കും ബാധകമാണ്. ഇൻറ്റു എന്ന് പറയുന്നത് ആൻഡ്, പ്ലസ് എന്ന് പറയുന്നത് ഓർ. സോ എ ഇൻറ്റു ബി ഈക്വൾ ടു ബി ഇൻറ്റു എ കേട്ടോ. ഇത് ഞാൻ എ ഇൻറ്റു ബി എന്ന് എഴുതിയത്. സോ ദിസ് ഇസ് ബി ഇൻറ്റു എ. ദാറ്റ് ഈസ് ഈ പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ പറയും? ഈ പ്രോപ്പർട്ടീനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ചെറുപ്പത്തിൽ നമ്മൾ കണക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് നോക്കിക്കേ. എ + ബി + സി ഈസ് ഈക്വൾ ടു എ + ബി + സി. അതേപോലെ എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൾ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. അതായത് ആദ്യം രണ്ടെണ്ണത്തിന് ആഡ് ചെയ്തിട്ട് മൂന്നാമത്തതിനെ ആഡ് ചെയ്താലും അവസാനത്തെ രണ്ടെണ്ണത്തിന് ആഡ് ചെയ്തിട്ട് ആദ്യത്തെ ആഡ് ചെയ്താലും സെയിം റിസൾട്ടാണ് കിട്ടുക. ഇതെന്ത് ലോ ആണ്? ഇതിനെ നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയും. അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ് നോക്കിക്കേ. എ ഇൻറ്റു ബി + സി. എന്ത് സംഭവിക്കും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ ഇൻറ്റു ബി + എ ഇൻറ്റു സി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുക. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? അത് മൾട്ടിപ്ലിക്കേഷനും ബാധകമാണ്. എ + ബി സി ഈക്വൾ ടു എ + ബി ഇൻറ്റു എ + സി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബുളിയൻ സിംപ്ലിഫിക്കേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതായത് നോക്കിക്കോ. എ + ബി സി ഈക്വൾ ടു എ + ബി സി. എ + ബി ഇൻറ്റു എ + സി കേട്ടോ. എ + ബി ഇൻറ്റു എ + സി. ദാറ്റ് ഈസ് എ + ബി സി. ഇത് പ്രത്യേകം ഓർക്കണം കേട്ടോ. എ + ബി സി ഈസ് ഗിവൺ ബൈ എ + ബി ഇൻറ്റു എ + സി. നെക്സ്റ്റ് റൂളുകൾ ഇതാ. ഇത് രണ്ടും ഡിമോർഗൻസ് തിയറാണ്. എ + ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൾ ടു എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്. അടുത്തത് എ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൾ ടു എ കോംപ്ലിമെൻറ്റ് + ബി കോംപ്ലിമെൻറ്റ്. ഈ ഡിമോർഗൻസ് തിയറം നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഡിമോർഗൻസ് തിയറം പഠിക്കണമെങ്കിൽ ലെറ്റ്സ് മേക്ക് എ റൂൾ ഫോർ ഡിമോർഗൻസ്. ദാറ്റ് ഈസ് നോക്കിക്കോ. ദാറ്റ് ഈസ് എ + ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഹോൾ കോംപ്ലിമെൻറ്റ് വരുന്നിടത്താണ് നമ്മൾ ഡിമോർഗൻസ് അപ്ലൈ ചെയ്യുക. സോ എ + ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ് എടുത്ത് എഴുതുക. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. നടുവിൽ പ്ലസ് ആണെങ്കിൽ നടുവിൽ ഇൻറ്റു കൊടുക്കുക. ഇനി നിങ്ങളോട് എ ഇൻറ്റു ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ചോദിച്ചു എന്ന് ചോദിക്കുക. സോ ഇൻഡിമെൻ്റ് കോംപ്ലിമെൻറ്റുകൾ എടുത്ത് എഴുതുക. ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റുകൾ നടുവിൽ ഇൻറ്റു ആണെങ്കിൽ നടുവിൽ പ്ലസ് ഇടുക. ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ഡിമോർഗൻസ് ലോ. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഗിവൺ ബൈ എ ഇറ്റ്സെൽഫ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ. ഒരു സാധനത്തിന് ഒരു പ്രാവശ്യം കോംപ്ലിമെൻറ്റ് എടുത്ത് വീണ്ടും കോംപ്ലിമെൻറ്റ് എടുത്താൽ എന്താവും? അത് തന്നെയാണ്. അപ്പോൾ 1നെ കോംപ്ലിമെൻറ്റ് എടുത്തു 0. ഇതിന് വീണ്ടും കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ 1 ആയി. സോ അത് തന്നെ തിരിച്ചു കിട്ടിയില്ലേ? ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൾ ടു എ. സോ ദീസ് ആർ ദ ബുളിയൻ ലോസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ + എ കോംപ്ലിമെൻറ്റ് ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ സപ്പോസ് ദ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് എ + എ ബി. ഇങ്ങനെ ആയിരുന്നെങ്കിലോ എ + എ ബി ഈസ് ഈക്വൽ ടു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ഒരു എ കാണാം, ഇവിടെ ഒരു എ കാണാം. സോ യു ക്യാൻ ടേക്ക് എ കോമൺ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമിൻ്റെ അകത്തും എനെ പുറത്തെടുക്കും. സോ ഇവിടെ എ ഉള്ളിടത്ത് എ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 1 പ്ലസ് ഇവിടെ എ ബി ഉള്ളിടത്ത് എ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബി. സോ എ ഇൻറ്റു 1 + ബി കിട്ടും. വാട്ട് ഈസ് 1 + ബി? നമ്മൾ നേരത്തെ പഠിച്ചു. 1ൻ്റെ കൂടെ ഏത് വേരിയബിൾ കൂട്ടിയാലും നിങ്ങൾക്ക് 1 ആണ് കിട്ടാൻ പോകുന്നത്. എ + 1 ഈസ് ഈക്വൾ ടു 1 നമ്മൾ നേരത്തെ പഠിച്ചില്ല. ഇതാ എ + 1 ഈസ് ഈക്വൾ ടു 1. സോ ഇവിടെ ബി + 1 എന്തായിരിക്കും? ബി + 1 ഈസ് 1. സോ 1 ഇൻറ്റു എ എത്രയാ? എ. സോ ദ റിസൾട്ട് ഈസ് എ ഫോർ എ + എ ബി. എ + എ ബി ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ റിസൾട്ട് എ ആണ്. പക്ഷേ ഇവിടെ നിങ്ങളോട് ചോദിച്ച എ + എ ബി അല്ല, എ + എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി ആണ്. എ + എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? യു ക്യാൻ അപ്ലൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹിയർ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറഞ്ഞ ഓർമ്മയുണ്ടോ? എ + ബി സി എന്ന് പറയുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്തായിരുന്നു? എ + ബി ഇൻറ്റു എ + സി. എ + ബി സി. എ + ബി ഇൻറ്റു എ + സി. അതേപോലെ എ + എ കോംപ്ലിമെൻറ്റ് ബിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എ + എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ + ബി. എ + എ കോംപ്ലിമെൻറ്റ് 1 ആണെന്നത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ 1 ഇൻറ്റു എ + ബി എത്രയാ? എ + ബി. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എ + ബി. ഓക്കെ, സോ ബുളിയൻ ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് പിടികിട്ടിയല്ലോ. ഓക്കെ,
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് തിയറം എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് തിയറം എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എന്താ കിട്ടുക? ഹോൾ കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റുകൾ എടുത്ത് എഴുതുക, നടുവിൽ പ്ലസ് ആണെങ്കിൽ നടുവിൽ ഇൻറ്റു കൊടുക്കുക. സോ എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ്. ഏതാ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ബി. ഡി മോർഗൻസ് തിയറം ഒന്നും കൂടി ഉണ്ട്, എ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, ഹോൾ കോംപ്ലിമെന്റ് വരുമ്പോൾ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റുകൾ എഴുതുക, നടുവിൽ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. സോ ദീസ് ആർ ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ഡി മോർഗൻസ് തിയറം. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. താഴെ തന്നിരിക്കുന്നതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഏതാണ്? അതിൽ ഇതെന്ത് ലോ ആ? ഇത് അസോസിയേറ്റീവ് ലോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എ പ്ലസ് ഇത് വായിക്കുന്നിടത്താണ് ഗുണം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആദ്യം ഏത് ഓപ്പറേഷൻ ചെയ്യണം? അതാണ് ബ്രാക്കറ്റിൽ. സോ ബിനെ സിനെ കൂട്ടിയിട്ട് അതിനുശേഷം എ കൂട്ടിയാലും എയിനെയും ബിനെയും കൂട്ടിയിട്ട് അതിനുശേഷം സി കൂട്ടിയാലും സെയിം ആണ്. അതാണ് അസോസിയേറ്റീവ്. ഇനി എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, ഇതേത് റൂളാ? ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് റൂൾ. അപ്പോൾ എ പ്ലസ് ബി സി, ഇതിനെ എയിന് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എയിന് സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എ ബി പ്ലസ് എ സി, വിച്ച് ഈസ് ദിസ് റൂൾ? ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് റൂൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സോ ഓപ്ഷൻ ഡി ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ ഡാഷ് വിൽ മേക്ക് ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട്, ഇത് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? ഓൾ ഇൻപുട്സ് ഹൈ, എല്ലാ ഇൻപുട്ട് ഹൈ ആകുമ്പോഴാണ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്കൊരു 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഈ ഫസ്റ്റ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ദ മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് 2 ഇൻപുട്ട് XOR ഗേറ്റ്. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഞാൻ ഇതിൻ്റെ റിസൾട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് NAND ഗേറ്റ് NOR ഗേറ്റ് ഇത് രണ്ടും വെച്ചിട്ട് എല്ലാ ഗേറ്റുകളെയും ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം NAND ഗേറ്റും NOR ഗേറ്റും എന്ത് ഗേറ്റാണ്? യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. സപ്പോസ് ഈ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് XOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. 2 ഇൻപുട്ട് XOR ഗേറ്റ്, 2 ഇൻപുട്ടുകളുള്ള ഒരു XOR ഗേറ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾക്ക് 2 ഇൻപുട്ട് NANDും 2 ഇൻപുട്ട് NORും ഉണ്ട് എന്ന് വിചാരിക്കാം. സോ XOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 4 NAND ഗേറ്റുകൾ വേണം, 5 NOR ഗേറ്റുകൾ വേണം. ഇതേപോലെ XNOR ഗേറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 5 NAND ഗേറ്റുകളും 4 NOR ഗേറ്റുകളും വേണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഓരോ ഗേറ്റ് വെച്ചിട്ടുള്ള മറ്റേ ഗേറ്റ് ഉണ്ടാക്കുന്ന രീതികളുണ്ട്. അത് ഈ ഒരു എക്സാം ലെവലിൽ നമുക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോവാത്തത്. സോ NAND ഗേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് XOR ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ 4 NAND ഗേറ്റ് ഉപയോഗിക്കേണ്ടി വരും. NAND ഗേറ്റ് വെച്ച് XNOR ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ 5 NAND ഗേറ്റ് ഉപയോഗിക്കേണ്ടി വരും. സോ ഈ നമ്പർ ഒന്ന് ഓർത്തിരിക്കുക, 4 5 5 4. സോ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താ? മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് 2 ഇൻപുട്ട് XOR ഗേറ്റ്. എത്ര? 4 NAND ഗേറ്റ് എങ്കിലും മിനിമം വേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ലേ? യെസ്. ദ ലോജിക് ഇക്വേഷൻ ഓഫ് എൻ XNOR ഹാവിംഗ് A and B ഇൻപുട്ട് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ XORും XNORും ഇതിൻ്റെ ലോജിക് എക്സ്പ്രഷൻ എന്താണ്? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഴുതി A XOR B, ഇങ്ങനെയാണ് XORന് ഞാൻ എഴുതുക. A XOR B എന്താണ്? A XOR B എന്ന് പറഞ്ഞാൽ A XOR B എന്ന് പറഞ്ഞാൽ A B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B എന്നർത്ഥം. അതേപോലെ A XNOR B ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം A B പ്ലസ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B കോംപ്ലിമെൻറ്റ് എന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ XNOR സിംപ്ലിഫിക്കേഷൻ. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് XNORൻ്റെ ലോജിക് എക്സ്പ്രഷൻ ആണ്. സോ A B പ്ലസ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B കോംപ്ലിമെൻറ്റ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? A B പ്ലസ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു ഇതാ ഓപ്ഷൻ സി. തിരിച്ചു എഴുതാം, A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് A B എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല. അല്ലാണ്ട് A B പ്ലസ് A B ദ ഹോൾ കോംപ്ലിമെൻ്റ് അല്ലേ? ഇത് തെറ്റാണ്. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള XNORൻ്റെ റിയലൈസേഷൻ എന്ന് പറയുന്നത്. A XNOR B ഈക്വൽ ടു A B പ്ലസ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B കോംപ്ലിമെൻറ്റ്. XORൻ്റെ എന്താ? A B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിൽ വി ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ ഒരു സെഷനിൽ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, നമ്പർ സിസ്റ്റത്തിൻ്റെ റാഡിക്സ് ബേസുകൾ പറഞ്ഞു, ഏതൊക്കെ നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോ നമ്പർ സിസ്റ്റത്തിന് എങ്ങനെ ഒരു നമ്പർ സിസ്റ്റം മറ്റേ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ലോജിക് ഗേറ്റ്സ്. എല്ലാ ലോജിക് ഗേറ്റുകൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞു.
പിന്നെ നമ്മൾ ബുളിയൻ ലോസ് പഠിച്ചു, കുറച്ച് ബുളിയൻ ലോസ് പഠിച്ചു, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സിംപ്ലിഫിക്കേഷൻ നടത്തി. സോ ഇത്രയാണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ബാക്കി സെഷനുമായിട്ട് നെക്സ്റ്റ് ഇതിൽ കാണാം. സോ താങ്ക് യു. നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. എക്സാം എടുത്തു കഴിഞ്ഞു. സോ എല്ലാവരും നന്നായിട്ട് എല്ലാ സമയവും ഇരുന്ന് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, മാക്സിമം ആൻസറുകൾ കണ്ടുപിടിക്കുക. സോ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.